ഓക്കെ, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിന്റെ 4ാമത്തെ ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ തുടങ്ങുന്നത്. കോമ്പോസിറ്റ് ബാർ, കോമ്പൗണ്ട് ബാർ ഒക്കെ ഓർമ്മയുണ്ടോ? കോമ്പോസിറ്റ് ബാർ, കോമ്പൗണ്ട് ബാർ ഒക്കെ ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, അപ്പൊ ഈ കോമ്പോസിറ്റ് ബാറിനകത്തുള്ള സ്ട്രെസ്സിനെ പറ്റിയാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു കോമ്പോസിറ്റ് ബാറാണ് ഈ ഫിഗറിൽ കാണുന്നത്. ഇതാണ് ഒരു കോമ്പോസിറ്റ് ബാറാണ് ഫിഗറിൽ കാണുന്നത്. രണ്ട് മെറ്റീരിയൽസ് ഉണ്ടാക്കിയ സാധനമാണ്. അപ്പൊ ത്രൂ ഔട്ട് ഒരേ ആദ്യം മുതൽ അവസാനം വരെ ഈ രണ്ട് മെറ്റീരിയൽസിന്റെ കോമ്പിനേഷൻ ആയിരിക്കും ഈ പറയപ്പെടുന്നത്. എല്ല് ലെങ്തിലുള്ളതാണ്. അതിന്റെ ഒരു സൈഡ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ. ഈ കോമ്പോസിറ്റ് ബാറിന് ഒരു പ്രത്യേകതയുണ്ട്. കോമ്പോസിറ്റ് ബാറിൽ ഞാൻ ഒരു സ്ട്രെസ് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്ട്രെയിൻ ഉണ്ടാകുകയാണെങ്കിൽ ഈ രണ്ട് മെറ്റീരിയലിലും ഒരേ സ്ട്രെയിൻ ആയിരിക്കും. അതായത് മെറ്റീരിയൽ 1 അലൂമിനിയവും മെറ്റീരിയൽ 2 സ്റ്റീലും ആണെന്ന് കരുതുക. മെറ്റീരിയൽ 1 അലൂമിനിയം, മെറ്റീരിയൽ 2 സ്റ്റീലും ആണെന്ന് കരുതുക. രണ്ടിന്റെയും കോമ്പിനേഷൻ ആണ് ഈ പറയപ്പെടുന്ന കോമ്പോസിറ്റ് ബാർ എന്ന് പറയുന്നത്. എങ്കിൽ ഈ കോമ്പോസിറ്റ് ബാറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മെറ്റീരിയലിലും ഞാൻ ഒരു ലോഡ് കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടാവുന്ന സ്ട്രെയിൻ എന്ന് പറയുന്നത് രണ്ടും സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് സ്ട്രെയിൻ എപ്സിലോൺ 1 ഈക്വൽ ടു എപ്സിലോൺ 2 എന്ന് പറഞ്ഞ് രണ്ടിന്റെയും സ്ട്രെയിൻ സെയിം ആയിരിക്കും എന്നുള്ള കൺസെപ്റ്റ് ആദ്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. കോമ്പോസിറ്റ് ബാറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് മെറ്റീരിയൽ രണ്ടോ രണ്ടിൽ കൂടുതൽ മെറ്റീരിയൽസോ ആവാം. അപ്പം ത്രൂ ഔട്ട് അതിന്റെ കോമ്പിനേഷൻ ആണ്, അല്ലാതെ സ്റ്റെപ്പ്ഡ് ബാർ പോലൊന്നും അല്ല. അപ്പൊ ത്രൂ ഔട്ട് ഒരേ കോമ്പിനേഷൻ ആണ്. ആ കോമ്പിനേഷൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെയിൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ രണ്ടിടത്തെ സ്ട്രെയിനും സെയിം ആയിരിക്കും. അല്ലെങ്കിൽ ഈ അലൂമിനിയത്തിന്റെ സ്ട്രെയിനും സ്റ്റീലിന്റെ സ്ട്രെയിനും ഏതിന്റെ ആയാലും രണ്ടിന്റെയും സ്ട്രെയിൻ ഈക്വൽ സ്ട്രെയിൻ ആയിരിക്കും. രണ്ടാമത്തെ കാര്യം, ഈ സ്ട്രെസ് മൂലം ഇലോങ്ങേഷൻ ഉണ്ടാവുക എന്ന് പറയും, ഡീഫോർമേഷൻ സംഭവിക്കുക എന്ന് പറയും. അപ്പൊ ആ ഡീഫോർമേഷനും ഈ രണ്ട് മെറ്റീരിയലിന്റെ ഡീഫോർമേഷനും സെയിം ആയിരിക്കും. അതായത് ഡെൽറ്റ L1 ഈ ഫസ്റ്റ് കാണുന്ന അലൂമിനിയം എത്ര ഡീഫോർമേഷൻ തന്നോ അതേ ഡീഫോർമേഷൻ തന്നെ ആയിരിക്കും നമ്മുടെ കോമ്പോസിറ്റ് ബാറിലെ രണ്ടാമത്തെ സ്റ്റീലും തരുന്നത്. അപ്പൊ കോമ്പോസിറ്റ് ബാറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് മെറ്റീരിയൽസ് ഉണ്ടാക്കിയ സാധനമാണ്. അത് റിജിഡ്ലി ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഫിക്സഡ് ആണ് സംഭവം. അതുകൊണ്ട് തന്നെ ഈ ബാറിനകത്ത് ഒരു എക്സ്റ്റേണൽ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന സ്ട്രെയിൻ രണ്ടും സെയിം ആയിരിക്കും. അതായത് അലൂമിനിയം ഉണ്ടാക്കുന്ന സ്ട്രെയിനും സ്റ്റീൽ ഉണ്ടാക്കുന്ന സ്ട്രെയിൻ, എക്സാമ്പിൾ ആയിട്ടാണ് അലൂമിനിയം സ്റ്റീലിന്റെ കോമ്പിനേഷൻ പറഞ്ഞത്, എങ്കിൽ രണ്ടെണ്ണം ഉണ്ടാക്കുന്നതും സെയിം ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. രണ്ട് അലൂമിനിയവും സ്റ്റീലും തരുന്നത് സ്ട്രെയിൻ ഉണ്ടാകുന്ന സ്ട്രെയിൻ രണ്ടും തുല്യമാണ്. അതാണ് കോമ്പോസിറ്റ് പറഞ്ഞ ഒരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, അതുമൂലം ഉണ്ടാകുന്ന ഡീഫോർമേഷൻ ഡെൽറ്റ L1, ഈ ഫസ്റ്റ് മെറ്റീരിയൽ ഡെൽറ്റ L1 സെക്കൻഡ് മെറ്റീരിയൽ L2 ആണ്. അപ്പൊ ഈ രണ്ടിന്റെയും ഡീഫോർമേഷനും സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ഇലോങ്ങേഷനും സെയിം ആയിരിക്കും. അപ്പം ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഇവിടെ കിടക്കുന്ന കോമ്പോസിറ്റ് ബാർ പ്രത്യേകതയാണ് സ്ട്രെയിൻ രണ്ടും തുല്യമായിരിക്കും, അതുപോലെ തന്നെ ഡീഫോർമേഷനും തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ഇക്വേഷൻ വേണം. അതായത് ഈ രണ്ട് മെറ്റീരിയൽ വെച്ച് ഉണ്ടാവുന്ന നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ അറിയാം ഒരു ബാറിന്റെ ഇലോങ്ങേഷൻ നമ്മൾ സാധാരണ പഠിക്കുന്നത് PL ഡിവൈഡ് ബൈ AE എന്നാണ് നമ്മൾ പഠിക്കുന്നത്. PL ഡിവൈഡ് ബൈ AE അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ. ഒരു ബാറിനകത്ത് ഒരു P ലോഡ് കൊടുത്ത ഉണ്ടാവുന്ന ഇലോങ്ങേഷന്റെ കാര്യമാണ് പറഞ്ഞത്. അത് നേരത്തെ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഓക്കെ PL ബൈ AE ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. രണ്ട് മെറ്റീരിയലാണ്. അപ്പൊ ഈ രണ്ട് മെറ്റീരിയലിനകത്ത് ഈക്വൽ ആയിട്ടുള്ള സ്ട്രെയിൻ ആണ്, ഈക്വൽ ആയിട്ടുള്ള ഇലോങ്ങേഷൻ ആണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇക്വേഷൻ നോക്കി രണ്ടിലും സെയിം ആണെന്ന്, ഇലോങ്ങേഷൻ സെയിം ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇലോങ്ങേഷൻ ഇക്വേഷൻ PL ബൈ AE ആണ്. PL1 അല്ലെങ്കിൽ P1L ഡിവൈഡ് ബൈ A1 E1. നോക്കി എഴുതി ഇക്വേഷൻ നോക്കണേ, ഇതിലോട്ട് നോക്കണേ. അപ്പം ഇതിനകത്ത് ഉണ്ടാവുന്ന ഇലോങ്ങേഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കുകയാണ്. അതിന്റെ ഇലോങ്ങേഷൻ ഇക്വേഷൻ PL ബൈ AE ആണ്. ഡെൽറ്റ L ഈക്വൽ ടു PL ബൈ AE ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പം P1 ഫസ്റ്റ് മെറ്റീരിയലിനെ ആയതുകൊണ്ട് P1 എന്ന് കൊടുത്തു. അതായത് ലോഡ് ഇൻറ്റു L ലെങ്ത് ഡിവൈഡ് ബൈ A1 E1, അതായത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദാറ്റ് മെറ്റീരിയൽ. E1 എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ് ഓഫ് ദ മെറ്റീരിയൽ. നേരത്തെ ആ പറഞ്ഞ അലൂമിനിയത്തിന്റെ യങ്സ് മോഡുലസ്, സ്റ്റീലിന്റെ യങ്സ് മോഡുലസ്, അതാണ് E1 ഉം E2 കൊണ്ടും നമ്മൾ പറയുന്നത്. അപ്പൊ രണ്ടിന്റെ ഇലോങ്ങേഷനും സെയിം ആയതുകൊണ്ട് തന്നെ ഇത് രണ്ടോടെ ഞാൻ ഇക്വേറ്റ് ചെയ്തു. രണ്ട് ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഡെൽറ്റ L1 ഈക്വൽ ടു ഡെൽറ്റ L2 എന്ന് പറയും. അപ്പം P1L ഡിവൈഡ് ബൈ A1 E1 ഈക്വൽ ടു P2L ഡിവൈഡ് ബൈ A2 E2. ഇവിടെ രണ്ടിടത്തെയും ലെങ്ത് സെയിം ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഈ പടം നോക്കി അറിയാം ഈ അലൂമിനിയത്തിന്റെയും സ്റ്റീലിന്റെയും ലെങ്ത് സെയിം ആണെന്ന് പറഞ്ഞു. അങ്ങനെ ആകുമ്പോൾ എല്ലും ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഇനി ബാക്കി നിങ്ങൾ നോക്കി P1 ബൈ A1 E1 ഈക്വൽ ടു P2 ബൈ A2 E2 എന്നാണ് ബാക്കി വരുന്നത്. അപ്പം ഈ P1 ബൈ A1 എന്ന് പറഞ്ഞാൽ എന്താ? P ഡിവൈഡ് ബൈ A എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെസ് സിഗ്മയാണ്, സിഗ്മ. അപ്പൊ ഞാൻ നോക്കി കൊടുത്തോണ്ടോ, സിഗ്മ 1 ഡിവൈഡ് ബൈ E1 ഈക്വൽ ടു സിഗ്മ 2 ഡിവൈഡ് ബൈ E2. എങ്ങനെ വന്നതെന്ന് ഓർമ്മയുണ്ടോ? ഈ P2 ബൈ A2 എന്ന് പറയുന്നത് സിഗ്മ 2 ആയിട്ട് മാറി, ബാക്കി E2 മാത്രമേ ഉള്ളൂ. ഇവിടെ നോക്കിയേ P1 ബൈ A1 സിഗ്മ 1 ആയിട്ട് മാറി, ബാക്കി E1 ഉള്ളൂ. L എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ രണ്ട് മെറ്റീരിയലിനും ഈക്വൽ ലെങ്ത് ആയതുകൊണ്ട് എല്ലും തമ്മിൽ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പൊ ഞാൻ എഴുതിയത്
P1 by A1 E1 equal to P2 by A2 E2. P2 by A2 എന്ന് പറയുന്നത് സിഗ്മ 2 ആയിട്ട് മാറി. P1 by A1 എന്ന് പറയുന്നത് സിഗ്മ 1 ആയിട്ട് മാറി. സിഗ്മ 1 സ്ട്രെസ് ആയിട്ട് മാറിയല്ലോ. ഇനി അവിടെ നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കുക. ഈ സിഗ്മ 1 കണ്ടുപിടിക്കണമെങ്കിൽ ഈ E1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എന്താണ് സിഗ്മ 1 കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഇക്വേഷൻ ഇങ്ങനെ ആയിട്ട് മാറി. സിഗ്മ 1 എന്ന് പറയുമ്പോൾ ഈ കാണുന്ന താഴെ കാണുന്ന E1 മേളിലോട്ട് പോകും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം E1 ഡിവൈഡ് ബൈ E2 ഇൻറ്റു സിഗ്മ 2. ഈ E1 ഡിവൈഡ് ബൈ E2 എന്ന് പറഞ്ഞാൽ എന്താ? E1 എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഫസ്റ്റ് മെറ്റീരിയൽ. E2 എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സെക്കൻഡ് മെറ്റീരിയൽ, അല്ലെങ്കിൽ യങ്സ് മോഡുലസിന്റെ റേഷ്യോ ആണ്. രണ്ട് യങ്സ് മോഡുലസിന്റെ റേഷ്യോയ്ക്കാണ് E1 by E2 എന്ന് പറയുന്നത്. എങ്കിൽ E1 by E2 എന്ന് വിളിക്കുന്ന പേര് മോഡുലാർ റേഷ്യോ. മോഡുലാർ റേഷ്യോ വളരെ ഇമ്പോർട്ടന്റ് ടൈം ആണ്. E1 by E2 എന്ന് അറിയപ്പെടുന്ന പേര് മോഡുലാർ റേഷ്യോ എന്നാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഒരിടത്ത സ്ട്രെസ് കാണുമെങ്കിൽ മോഡുലാർ റേഷ്യോ ഇൻറ്റു അടുത്ത സ്ട്രെസ്, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ വാല്യൂ കിട്ടും. അപ്പൊ സിഗ്മ 1 അപ്പം സ്ട്രെസ് ഇൻ അലൂമിനിയം, ഇത് അലൂമിനിയം സ്റ്റീലും ആണെന്ന് കരുതുക. അങ്ങനെ അലൂമിനിയത്തിന് കാണണമെന്നുണ്ടെങ്കിൽ മോഡുലാർ റേഷ്യോ ഇൻറ്റു സ്റ്റീൽ. ഇനി സ്റ്റീലിന്റെ സ്ട്രെസ് കാണണമെങ്കിൽ അലൂമിനിയത്തിന്റെ സ്ട്രെസ് ഇൻറ്റു മോഡുലാർ റേഷ്യോ. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ കാര്യം കിട്ടും. അപ്പൊ അവിടെ നിന്ന് ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ കാണുന്ന ടേം എല്ലാം ഇവിടെ സെയിം ആയിട്ട് പറഞ്ഞു. ആകെ വ്യത്യാസം വരുന്നത് E1 by E2 എന്നൊക്കെ പറഞ്ഞ ടേമിലെ വ്യത്യാസം, സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ യങ്സ് മോഡുലസിന്റെ റേഷ്യോയുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു കേസ് കൂടെ ഓർത്ത് വെച്ചേക്കുക. കേസ് ഇതാണ്. ഈ കാണുന്ന ഇതിലൊരു P എന്ന് പറഞ്ഞ ലോഡ് ഉണ്ട്. ഇതിലൊരു P എന്ന് പറഞ്ഞൊരു ലോഡ് ഉണ്ടെന്ന് കരുതുക. അങ്ങനെ P എന്ന് പറഞ്ഞ ലോഡ് ഈക്വൽ ആയിട്ട് അല്ല, അതായത് ഈ ഇതിപ്പോ അലൂമിനിയം ആണെന്ന് പറഞ്ഞു, ഇത് സ്റ്റീൽ ആണെന്ന് പറഞ്ഞു. ഈ P എന്ന് പറഞ്ഞ ലോഡാ ഉള്ളത്, അത് അലൂമിനിയവും സ്റ്റീലും ആണെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റേഷ്യോ ഒക്കെ എഴുതി കഴിഞ്ഞു. ഇനി അത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാല് ഈ P എന്ന് പറഞ്ഞ ലോഡിനെ എങ്ങനെയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് മാറ്റുന്നത്? ഈ P എന്ന് പറഞ്ഞ 100 എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ്, 100 കിലോ ന്യൂട്ടൺ എന്നൊരു വാല്യൂ ആണ് ലോഡ് എന്ന് കരുതിക്കും. ആ 100 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞ വാല്യൂ ലോഡ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന വെച്ചാൽ അലൂമിനിയത്തിന് 50ഉം സ്റ്റീലിന് 50ഉം അങ്ങനെ പകുതിയായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യത്തില്ല. ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച്, സ്റ്റിഫ്നെസ് കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് ഈ പറയപ്പെടുന്ന 100 എന്ന് പറഞ്ഞ വാല്യൂവിനെ അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് മാറ്റും. ഈ 100 എന്ന് പറയുന്നത് ഇപ്പൊ അലൂമിനിയത്തിന്റെ കപ്പാസിറ്റി കൂടുതലാണെങ്കിൽ ചിലപ്പോൾ 70 അങ്ങ് എടുക്കും, സ്റ്റീലിന്റെ കപ്പാസിറ്റി കൂടുതലാണെങ്കിൽ ചിലപ്പോൾ 80 അങ്ങ് എടുക്കും, ബാക്കി 20 അലൂമിനിയത്തിൽ കൊടുക്കത്തുള്ളൂ. അപ്പം ഈ 100 എന്ന് പറയുന്നത് ഒരിക്കലും ഈക്വൽ ഡിവൈഡ് ചെയ്യത്തില്ല. എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന മെറ്റീരിയലിന്റെ സ്റ്റിഫ്നെസ്സിന് അനുസരിച്ചാണ് അതിന്റെ ലോഡിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത്. ഓട്ടോമാറ്റിക് ആയിട്ട് അത് ചെയ്തോളും. ഇപ്പൊ 100 ലോഡാണ് എക്സ്റ്റേണലിൽ കൊടുത്തതെങ്കിൽ അതിന്റെ സ്റ്റിഫ്നെസ് കൂടിയ മെറ്റീരിയൽ, ഇപ്പൊ അലൂമിനിയം സ്റ്റീലും പറയുവാണെങ്കിൽ സ്റ്റിഫ്നെസ് കൂടിയത് സ്റ്റീൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സ്റ്റീൽ ആയിരിക്കും അതിനകത്തുള്ള മെജോറിറ്റി ലോഡിനെ എടുക്കുന്നത്. പക്ഷെ എത്രമാത്രം മെജോറിറ്റി ലോഡ് എടുത്തെന്ന് പറഞ്ഞാൽ പോലും അതിനകത്തുണ്ടാവുന്ന ഡിഫ്ലക്ഷനും സ്ട്രെയിനും സെയിം ആയിരിക്കും. രണ്ടിന്റെയും ഡിഫ്ലക്ഷനും സ്ട്രെയിനും സെയിം ആയിട്ട് വരത്തുള്ളൂ. ഓർക്കേണ്ട കാര്യമുണ്ട്, ഈ P എന്ന് പറഞ്ഞ ലോഡിനെ P1 ഉം P2 എന്ന് പറഞ്ഞ് രണ്ടായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അക്കോർഡിംഗ് ടു ദ സ്റ്റിഫ്നെസ് ഓഫ് ദ മെറ്റീരിയൽ. ഓക്കെയോ? ഇൻ അതർ വേർഡ്സ് എ സ്റ്റിഫർ ബാർ വിൽ ഷെയർ മോർ പാർട്ട് ഓഫ് ദ എക്സ്റ്റേണൽ ലോഡ്. ഈ കൊടുക്കുന്ന 100 എന്ന് പറയുന്ന എക്സ്റ്റേണൽ ലോഡിനെ ചെയ്യണേ. ഓക്കെ, ഈ 100 ബാർ എന്ന് പറയുന്ന ലോഡിനെ നമുക്ക് സ്റ്റിഫ്നെസ്സിന് അനുസരിച്ച് അല്ലെങ്കിൽ ആ മെറ്റീരിയൽ പ്രോപ്പർട്ടിക്ക് അനുസരിച്ച് ഏതാണോ കൂടുതൽ സ്റ്റിഫ് ആയിട്ടുള്ള മെറ്റീരിയൽ അത് കൂടുതൽ ലോഡിനെ എടുക്കും. അപ്പം ഇതിനകത്ത് അലൂമിനിയം സ്റ്റീലും ആണെങ്കിൽ സ്റ്റീൽ ആയിരിക്കും കൂടുതൽ ലോഡിനെ എടുക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി അത് ഈ P ഈക്വൽ ടു P1 plus P2, ഇതാണ് P എന്ന് പറയുന്ന കൊടുക്കുന്ന എക്സ്റ്റേണൽ ലോഡ്. അത് P1 plus P2 എന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ P1 കാണുന്ന ഇക്വേഷൻ ഇതാണ്. P1 ഈക്വൽ ടു A1 E1 ഡിവൈഡ് ബൈ A1 E1 plus A2 E2. ഈ A1 E1 അല്ലെങ്കിൽ AEക്ക് പറയുന്ന ഒരു പേര് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. എന്താണ് AEക്ക് പറയുന്ന പേര്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു സ്റ്റിഫ്നെസ്സിന് പറയുന്ന ഒരു പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ആക്സിയൽ സ്റ്റിഫ്നെസ്, ആക്സിയൽ റിജിഡിറ്റി. ആക്സിയൽ റിജിഡിറ്റി എന്നാണ് പറയുന്നത്. അപ്പം ഈ A1 E1 plus A2 E2 എന്ന് പറഞ്ഞാൽ രണ്ട് മെറ്റീരിയലിന്റെയും കൂടെ ആക്സിയൽ റിജിഡിറ്റി, അതായത് ടോട്ടൽ ആക്സിയൽ റിജിഡിറ്റി ഓഫ് ദ കോമ്പോസിറ്റ് മെറ്റീരിയൽ. ഈ കോമ്പോസിറ്റ് മെറ്റീരിയലിലെ ടോട്ടൽ ഉള്ള ആക്സിയൽ റിജിഡിറ്റി ആണ് A1 E1 plus A2 E2 അല്ലെങ്കിൽ AE എന്ന് പറയുന്നത്. അപ്പൊ ഈ ടോട്ടൽ ആക്സിയൽ റിജിഡിറ്റിയുടെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുക. ഫസ്റ്റ് മെറ്റീരിയലിന്റെ ആക്സിയൽ റിജിഡിറ്റി, സെക്കൻഡ് മെറ്റീരിയലിന്റെ ആക്സിയൽ റിജിഡിറ്റി രണ്ടായിട്ട് എടുത്തിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ ഈ ഒരു മെറ്റീരിയൽ P1 എന്ന് പറഞ്ഞ ലോഡ്, ഇപ്പൊ 100 എന്ന് പറഞ്ഞൊരു ലോഡ് ഉണ്ട്, അത് സ്റ്റിഫ്നെസ് കൂടിയത് 80 എടുത്തു, മറ്റേത് 20 എടുത്തു, അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ P1, ഈ P എന്ന് പറയുന്നത് P1 plus P2 ആണ്. ഒരു P1 കാണണമെങ്കിൽ ചെയ്യുന്ന ഇത്രയാണ്, A1 E1 ഡിവൈഡ് ബൈ, അതായത് ആ മെറ്റീരിയലിന്റെ P1 എന്ന് പറയുമ്പോൾ 1 ആണെങ്കിൽ ഇതിന്റെ ആയിരിക്കും P1 എന്ന് പറയുന്നത്. P1 എന്ന് പറഞ്ഞ മെറ്റീരിയലായിരിക്കും P1 എന്ന് പറയുന്നത്. അത് കാണണമെന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയലിന്റെ ആക്സിയൽ റിജിഡിറ്റി ഡിവൈഡ് ബൈ ടോട്ടൽ ആക്സിയൽ റിജിഡിറ്റി ഇൻറ്റു ടോട്ടൽ ലോഡ്. ഈ ഇക്വേഷൻ ആണ് അവിടെ വേണ്ടത്. P1 ഫസ്റ്റ് മെറ്റീരിയലിൽ എത്രമാത്രം ലോഡ് അത് എടുത്തു എന്ന് നോക്കാനാണെങ്കിൽ ഫസ്റ്റ് മെറ്റീരിയലിന്റെ ലോഡ് P1 ഈക്വൽ ടു A1 E1 ഫസ്റ്റ് മെറ്റീരിയലിന്റെ ആക്സിയൽ റിജിഡിറ്റി ഡിവൈഡ് ബൈ ടോട്ടൽ ആക്സിയൽ റിജിഡിറ്റി ഇൻറ്റു ടോട്ടൽ ലോഡ്. ഈ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം.
കോമ്പോസിറ്റ് ബാറിന്റെ പ്രത്യേകത ലാസ്റ്റ് വന്നവരൊക്കെ ഒന്നുകൂടെ കേട്ടുള്ള കോമ്പോസിറ്റ് എന്ന് ബാർ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ രണ്ട് ബാറുകൾ ചേർത്ത് രണ്ട് മെറ്റീരിയൽ ഉള്ള ബാറുകൾ ഇപ്പം അലൂമിനിയം സ്റ്റീലും പോലുള്ള ഡിഫറെന്റ് മെറ്റീരിയൽസ് ചേർത്തുണ്ടാക്കുന്ന ഒരു ബാറാണ് കോമ്പോസിറ്റ് ബാർ എന്ന് പറയുന്നത്. ത്രൂ ഔട്ട് ഒരേ ഏരിയയൊക്കെ തന്നെ ആയിരിക്കും. ഈ രണ്ട് ബാറും റിജിഡലി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു പ്രത്യേകതയുണ്ട്, ആക്സിയൽ ലോഡ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അതിനുണ്ടാവുന്ന സ്ട്രെയിൻ ഫസ്റ്റ് മെറ്റീരിയലിന് എത്രമാത്രം സ്ട്രെയിൻ ഉണ്ടാവുന്നോ അതേ സ്ട്രെയിൻ തന്നെയായിരിക്കും രണ്ടാമത്തെ മെറ്റീരിയലിനും ഉണ്ടാവുന്ന സ്ട്രെയിൻ. ഓക്കെ, അതുപോലെ തന്നെ ഫസ്റ്റ് മെറ്റീരിയലിന് എത്രമാത്രം ഇലോങ്ങേഷൻ സംഭവിക്കും അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ സംഭവിക്കും എന്ന് പറഞ്ഞാൽ അത് തന്നെയായിരിക്കും സെക്കൻഡ് മെറ്റീരിയലിന് സംഭവിക്കുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ കേസിനകത്ത് കോമ്പോസിറ്റ് ബാറിനകത്ത് രണ്ട് ഡിഫറെന്റ് ബാറുകളാണെങ്കിൽ പോലും രണ്ട് ഡിഫറെന്റ് ബാറിനും സെയിം സ്ട്രെയിനുകളും സെയിം ഡിഫ്ലക്ഷനും ആയിരിക്കും ഉണ്ടാവുന്നുള്ള ഓർത്തിരിക്കുക. ഇനി അത് വെച്ച് നമ്മൾ ഒരു ഇക്വേഷൻ, ഇപ്പൊ ഇലോങ്ങേഷൻ സംഭവിക്കും എന്നുള്ളത് നമുക്കറിയാം. ഒരു ബാറിനകത്ത് ഒരു ലോഡ് കൊടുത്താണ് ഇലോങ്ങേഷൻ സംഭവിക്കും. ഇലോങ്ങേഷൻ ഇക്വേഷൻ ഇന്നലെ പഠിച്ചതാണ്. ഇലോങ്ങേഷൻ ഡെൽറ്റ എൽ ഈക്വൽ ടു പി എൽ ഡിവൈഡ് ബൈ എ ഇ എന്നാണ് ഇക്വേഷൻ വരുന്നത്. പി എൽ ഡിവൈഡ് ബൈ എ ഇ എന്നാണ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ, പി എൽ ഡിവൈഡ് ബൈ എ അത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഫസ്റ്റ് ആയതുകൊണ്ട് പി വൺ എൽ ഡിവൈഡ് ബൈ എ വൺ ഇ വൺ ഈക്വൽ ടു പി ടു എൽ ഡിവൈഡ് ബൈ എ ടു ഇ ടു. എല്ലും എല്ലും സെയിം, അതായത് തന്നെ രണ്ടിനും സെയിം ലെങ്ത് ആയതുകൊണ്ട് പടം നോക്കി അറിയാം രണ്ടിനും സെയിം ലെങ്ത് ആണ്. അതുകൊണ്ട് എല്ലും എല്ലും വെട്ടിപ്പോയി. പി വൺ ബൈ എ വണ്ണിന് ഞാൻ സിഗ്മ വൺ അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് വിളിക്കുന്നു. അങ്ങനെയാകുമ്പോൾ സിഗ്മ വൺ ഡിവൈഡ് ബൈ ഇ വൺ ഈക്വൽ ടു സിഗ്മ ടു ഡിവൈഡ് ബൈ ഇ ടു എന്ന് പറഞ്ഞു. ഇനി ഒരിടത്തെ സ്ട്രെസ് കാണണമെങ്കിൽ സിഗ്മ വണ്ണ് കാണണമെങ്കിൽ ഈ കാണുന്ന ഇ വണ്ണിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. ഓക്കെ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് ഇ വൺ ബൈ ഇ ടുവിന് പറയുന്ന പേര് മോഡുലാർ റേഷ്യോ എന്നാണ്. ഇനി നമ്മൾ ഇതിലൊരു 100 എന്ന് പറയുന്ന 100 കിലോമീറ്ററാണ് എക്സ്റ്റേണൽ ലോഡ് കൊടുത്തത് എന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ 50 എന്ന് പറഞ്ഞ രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യത്തില്ല. എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഏത് മെറ്റീരിയലിനാണോ സ്റ്റിഫ്നെസ് കൂടുതൽ ആ മെറ്റീരിയലാണ് കൂടുതൽ ലോഡിനെ എടുക്കുന്നത്. ഇപ്പം സ്റ്റീലിന് സ്റ്റിഫ്നെസ് കൂടുതലാണെങ്കിൽ ചിലപ്പം 100-നകത്ത് 80 അതങ്ങ് എടുക്കും. അപ്പൊ അങ്ങനെ ഓർത്തിരിക്കുക. അപ്പം അതിന്റെ ഓരോന്നിനെ വ്യക്തിപരമായിട്ട് എത്ര ലോഡിനെ എടുത്തു എന്നറിയാൻ വേണ്ടി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ P1 P2 P1 പ്ലസ് P2 ആണ് P എന്ന് പറഞ്ഞ ടോട്ടൽ ലോഡ് എന്നുള്ള ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ A1 E1 എന്ന് പറയുന്ന പേര് ആക്സിയൽ റിജിഡിറ്റി എന്നാണ്. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. അപ്പം A1 E1 ഡിവൈഡ് ബൈ A1 ടോട്ടൽ ആക്സിയൽ റിജിഡിറ്റി ഇൻറ്റു P ചെയ്യുമ്പോഴത്തേക്ക് അവിടെ സാധനം കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് തെർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇമ്പോർട്ടന്റ് മേഖലയാണ്. അപ്പൊ ഞാനൊരു ആദ്യം സംശയം ചോദിക്കട്ടെ. ഞാനൊരു മെറ്റീരിയൽ ഇങ്ങനെ എടുത്തു, ഒരു ബാറാണ്. ഈ ബാറിന്റെ സൈഡിൽ കൊണ്ടുവന്ന് തീ ഇട്ടു വെച്ചു. ഇവിടെ കുറച്ച് ഹീറ്റ് ചെയ്ത് കൊടുത്തു. എന്താണ് അത് സംഭവിക്കുന്നത്? ഈ പറയപ്പെടുന്ന ബാറിനകത്ത് തെർമൽ സ്ട്രെസ് ഉണ്ടാകുമോ അല്ലെങ്കിൽ തെർമൽ സ്ട്രെയിൻ ഉണ്ടാകുമോ? ഒരു ബാർ എടുത്തിട്ട് ബാറിന്റെ അടിയിൽ കൊണ്ട് തീ വെച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഞാൻ അടിയിൽ ഇച്ചിരി വിറകിട്ട് കത്തിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ പറയപ്പെടുന്ന ബാറിനകത്ത് തെർമൽ സ്ട്രെസ് അല്ലെങ്കിൽ തെർമൽ സ്ട്രെയിൻ ഉണ്ടാകുമോ? തെർമൽ സ്ട്രെസ് ഉണ്ടാവും. തെർമൽ സ്ട്രെസ് ഉണ്ടാകുമോ? പറഞ്ഞോ, തെറ്റിയോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇലോങ്ങേഷൻ ഉണ്ടാവോ? ഇരുമ്പിനെ തീയിലിട്ട് കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പ് മാറി ഇലോങ്ങേഷൻ ഉണ്ടാവോ? അങ്ങനെ ചോദിക്കാം. ഇലോങ്ങേറ്റ് ചെയ്യും. തെർമൽ സ്ട്രെസ് തെർമൽ സ്ട്രെയിൻ ഉണ്ടാകുമോ? ഉണ്ടാകും. ഉണ്ടാവോ? തെർമൽ സ്ട്രെസ് ഉണ്ടാവും. ഉണ്ടാവത്തില്ല. ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ ബാറിനെ ഈ സൈഡും ഞാൻ അങ്ങ് ഫിക്സ് ചെയ്ത് വെക്കണം. ഓക്കെ ആണല്ലോ. ഈ രണ്ട് സൈഡും ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കണം. ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ ഇതിന്റെ അടിയിലോട്ട് തീ കത്തിച്ചു കൊടുക്കുക. ദാറ്റ് മീൻസ് അതിന്റെ ഇലോങ്ങേഷനെ അല്ലെങ്കിൽ അതിന്റെ ഇലോങ്ങേഷനെ അറസ്റ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഇലോങ്ങേഷൻ സംഭവിക്കാതെ ഇങ്ങനെ വെച്ചിരിക്കുക. രണ്ട് സൈഡ് ഞാൻ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. എന്നിട്ട് ഇതിന്റെ താഴെ കൊണ്ടുവന്ന് തീ കത്തിച്ചു കൊടുക്കുക. സംഭവിക്കുന്നത് ഇതിനകത്ത് തെർമൽ സ്ട്രെസ് ഉണ്ടാകും. അല്ലാതെ ഇത് ഫ്രീ ടു എക്സ്പാൻഡ് ആണെങ്കിൽ അതിനകത്ത് തെർമൽ സ്ട്രെസ് ഉണ്ടാവത്തില്ല, പകരം ഇലോങ്ങേഷൻ ഉണ്ടാവും. ഇനി ഫ്രീ ടു എക്സ്പാൻഡ് അല്ല, ഇത് ഫിക്സഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എക്സ്പാൻഷൻ നടക്കത്തില്ല. എക്സ്പാൻഷൻ നടക്കാത്ത കേസിലാണ് അതിനകത്ത് തെർമൽ സ്ട്രെസ്സും തെർമൽ സ്ട്രെയിനും ഉണ്ടാകുന്നത്. വ്യക്തമായോ? വെറുതെ ഒരു ഇരുമ്പിന്റെ പീസ് എടുത്തിട്ട് ഞാൻ അതിനെ തീയിൽ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് ഇലോങ്ങേഷൻ ആണ്, തെർമൽ സ്ട്രെസ് അല്ല. ഈ തെർമൽ സ്ട്രെസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ സൈഡുകൾ ഞാൻ അറസ്റ്റ് ചെയ്ത് വെക്കണം. ഇത് ഫിക്സഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇലോങ്ങേഷൻ സംഭവിക്കരുത്. ഇനി ഫ്രീ ടു എക്സ്പാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ തീ കത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ട്രെസ് അല്ലെങ്കിൽ അതിന്റെ ആ ചൂടിന്റെ സഹായത്തോടെ ഇതങ്ങ് ഇലോങ്ങേറ്റ് പോകത്തേ ഉള്ളൂ. അവിടെ നമുക്ക് തെർമൽ സ്ട്രെസ്സും തെർമൽ സ്ട്രെയിനും കിട്ടത്തില്ല എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇത് ഫ്രീ ടു
ഇലോങ്ങേറ്റ് ആണെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത്. ഇനി ഫിക്സഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഉറപ്പായിട്ടും തെർമൽ സ്ട്രെസ്സും തെർമൽ സ്ട്രെയിനും സംഭവിക്കും. ഇപ്പൊ ഒരു മെറ്റീരിയലിനെ എടുത്തിട്ട് അതിനെ രണ്ട് സൈഡും ഒന്ന് ഫിക്സ് ആക്കി വെക്കുക, അതിനെ പിന്നെ അനങ്ങാനൊക്കാത്ത രീതിയിൽ ഫിക്സ് ആക്കി വെച്ചിട്ട് അതിന്റെ അടിയിൽ കൊണ്ടുവന്ന് തീ കത്തിച്ചു കൊടുത്താൽ ഈ പറയപ്പെടുന്ന തെർമൽ സ്ട്രെസ്സും സ്ട്രെയിനും ഈ പറയപ്പെടുന്ന ബാറിനകത്ത് സംഭവിക്കും. മറന്നു പോകരുത്, ഇനി ഒരിക്കലും മറന്നു പോകരുത്. ആ ഒരു കണ്ടീഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം തെർമൽ സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ടാവണമെങ്കിൽ അവിടെ സംഭവിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ എക്സ്പാൻഷനെ അറസ്റ്റ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ അതിനെ ഫിക്സ് ആക്കി വെക്കണം. ഓർത്തിരിക്കുക, സ്ട്രെസ് കോസ്ഡ് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഡിഫറൻസ് മൂലം ഉണ്ടാവുന്ന സ്ട്രെസ്സിനെയാണ് തെർമൽ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എല്ലാവരും ഉദ്ദേശിക്കുന്നത് ചൂടുണ്ടാകുമ്പോൾ ഉണ്ടാവുന്ന സ്ട്രെസ് ആണെന്നാണ്. പക്ഷെ അങ്ങനെ ഇങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. അതിന്റെ ഇലോങ്ങേഷനെ അറസ്റ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ തെർമൽ സ്ട്രെസ് കിട്ടത്തുള്ളൂ, ഇല്ലെങ്കിൽ ഇലോങ്ങേഷൻ മാത്രമേ അവിടെ കിട്ടത്തുള്ളൂ എന്ന് ഓർത്തിരിക്കുക. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ഓൺലി ഇഫ് ദർ ഈസ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആൻഡ് ഡീഫോർമേഷൻ ആർ പ്രിവെന്റഡ്. ഡീഫോർമേഷനെ പ്രിവെന്റ് ചെയ്താൽ മാത്രമേ തെർമൽ സ്ട്രെസ് കിട്ടത്തുള്ളൂ എന്നുള്ള ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ഇപ്പോഴങ്ങ് മനസ്സിലാക്കി വെച്ചേക്കുക. വെറുതെ ചൂടാക്കി കഴിഞ്ഞാൽ കിട്ടത്തില്ല. ഇനി ഇഫ് ദ ബാർ ഈസ് ഫ്രീ ടു എക്സ്പാൻഡ്, ഈ ബാർ ചൂടിനനുസരിച്ച് വികസിക്കാൻ അവസരം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ടെമ്പറേച്ചർ സ്ട്രെസ് അല്ലെങ്കിൽ തെർമൽ സ്ട്രെസ് എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. അവിടെ സ്ട്രെസ് ഇല്ല, പകരം അവിടെ ഇലോങ്ങേഷൻ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ചൂട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ആ റോഡ് എക്സ്പാൻഡ് ചെയ്യും എന്നുള്ള കാര്യം നമുക്കറിയാം. ആ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് is directly proportional to the length of the bar and ഇവിടെ ഒരു ആൽഫ എന്ന് പറഞ്ഞൊരു അക്ഷരമുണ്ട്. ഈ ആൽഫയ്ക്ക് പറയുന്ന പേരാണ് കോയിഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ. ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടി ആണ് ഈ പറയപ്പെടുന്ന കോയിഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇലോങ്ങേഷൻ എന്ന് പറയുന്നത്, അതായത് ഫ്രീ ടു എക്സ്പാൻഡ് ആയിട്ട് ഒരു ബാർ ഉണ്ട്, ആ ബാറിന്റെ അടിയിൽ ഞാൻ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇലോങ്ങേഷൻ സംഭവിക്കും. ആ ഇലോങ്ങേഷൻ ആണ് ഡെൽറ്റ എൽ എന്ന് പറയുന്നത്. ഈ ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദ ബാർ ആൻഡ് കോയിഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ. കോയിഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷനും എന്താ ലെങ്ത് ഓഫ് ദ ബാറിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നുള്ള ഓർത്തിരിക്കുക. ആൻഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ചേഞ്ചിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നുള്ള ഓർത്തിരിക്കുക. അപ്പം ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ് ഇവിടെ കിടക്കുന്നത്. ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു എൽ ആൽഫ ഡെൽറ്റ ടി, വേർ എൽ ഈസ് ദ ലെങ്ത് ഓഫ് ദ ബാർ. ആദ്യം എടുത്തിരിക്കുന്ന ബാറിന്റെ ലെങ്ത്. ആൽഫ ഈസ് ദ കോയിഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ. ഡെൽറ്റ ടി ഈസ് ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, അല്ലെങ്കിൽ ഇനിഷ്യൽ ടെമ്പറേച്ചർ മൈനസ് ഫൈനൽ ടെമ്പറേച്ചറോ അല്ലെങ്കിൽ ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇനിഷ്യൽ ടെമ്പറേച്ചർ ആയാലും മതി. അവിടെ നെഗറ്റീവ് എടുക്കാതിരുന്നാൽ മതി. ഓക്കെ ആണല്ലോ. അപ്പം ഈ പറയപ്പെടുന്ന ഒരു ബാർ എടുത്തു, ഈ ബാറിന് ഫ്രീ ടു എക്സ്പാൻഡ് ആണ്. ആ ബാറിന്റെ താഴെ കൊണ്ട് ഞാൻ തീ ഇട്ട് കൊടുത്താൽ ഈ ബാറിന് ഇലോങ്ങേഷൻ സംഭവിക്കും. ഈ ഇലോങ്ങേഷൻ ആണ് ഡെൽറ്റ എൽ എന്ന് പറയുന്നത്, which is directly proportional to length of the bar. ഈ ബാറിന്റെ ഇനിഷ്യൽ ലെങ്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈ മെറ്റീരിയൽ പ്രോപ്പർട്ടി ആയിട്ടുള്ള കോയിഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടുന്ന് ഇലോങ്ങേഷൻ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് വരാറുണ്ട്. ഇലോങ്ങേഷന്റെ പ്രോബ്ലംസ് വരാറുണ്ട്. ഓക്കെ ആണല്ലോ. ചേഞ്ച് ഇൻ ലെങ്തിന്റെ കാര്യം പറഞ്ഞത് ഓക്കെ ആണല്ലോ. കിട്ടിയ സംഭവം എന്നുള്ള കാര്യം. ഇപ്പൊ തെർമൽ സ്ട്രെയിൻ ഉണ്ടാവുന്നത് എപ്പോഴാ? തെർമൽ സ്ട്രെസ് ഉണ്ടാവുന്ന കണ്ടീഷൻ എന്തുവാ? ഡീഫോർമേഷനെ പ്രിവെന്റ് ചെയ്യണം. ഡീഫോർമേഷനെ പ്രിവെന്റ് ചെയ്താൽ മാത്രമേ അവിടെ സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ടാകത്തുള്ളൂ. ഇല്ലെങ്കിൽ അത് ഇലോങ്ങേഷൻ മാത്രമായിട്ട് സംഭവിച്ചു മാറും. അപ്പൊ അവിടുത്തെ ഇക്വേഷൻ ഉണ്ട്. ഡെൽറ്റ എൽ ആണ് ഇലോങ്ങേഷൻ എന്ന് പറയുന്നത്. എൽ ആൽഫ ഡെൽറ്റ ടി. ആൽഫ എന്ന് പറയുന്നത് കോയിഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ആണ്. കോയിഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ കൂടിയ ഒരു വസ്തുവിന്റെ പേര് പറയാവോ? അലൂമിനിയം തെർമൽ ഹൈ കോയിഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഉള്ള മെറ്റീരിയൽ ആണ് അലൂമിനിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇലോങ്ങേഷൻ വരായി. അപ്പൊ നമുക്ക് സ്ട്രെസ്സും സ്ട്രെയിനിന്റെ ഇക്വേഷൻ പഠിക്കണം. നമുക്കറിയാം, ആദ്യം സ്ട്രെയിൻ പഠിക്കാം. സ്ട്രെയിനെ നമ്മൾ എപ്സിലോൺ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ഇപ്പൊ തെർമൽ എക്സ്പാൻഷൻ ആയതുകൊണ്ട് വേണമെങ്കിൽ ഇ ടി എപ്സിലോൺ ടി എന്നൊക്കെ വേണമെങ്കിൽ ഇടാം. സ്ട്രെയിനിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ആക്ച്വൽ ലെങ്ത് എന്നാണ് നമ്മൾ പറയപ്പെടുന്ന സ്ട്രെയിനിന്റെ ഇക്വേഷൻ ആണല്ലോ. ചേഞ്ച് ഇൻ ലെങ്തിന് ഇക്വേഷൻ പഠിച്ചത് എന്തേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്തിന്റെ ഇക്വേഷൻ അതാ നടക്കുന്നത്. എൽ ആൽഫ ഡെൽറ്റ ടി, അതാണോ ചേഞ്ച് ഇൻ ലെങ്തിന്റെ ഇക്വേഷൻ പഠിച്ചത്? ഓക്കെ, ഡിവൈഡ് ബൈ ആക്ച്വൽ ലെങ്തിന്റെ ഇക്വേഷൻ എന്തുവാ? എല്. ആക്ച്വൽ ലെങ്ത് എല്ലാണല്ലോ. ഈ എല്ലും വെട്ടിക്കളയും. ബാക്കി വരുന്നത് എന്തുവാ? ആൽഫ ഡെൽറ്റ ടി ആണ് അതിന്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. അപ്പം എപ്സിലോൺ ഡി എന്ന് പറയുന്നത് ഇക്വേഷൻ, അതായത് തെർമൽ സ്ട്രെയിനെ ഡിനോട്ട് ചെയ്യുന്നത് എപ്സിലോൺ കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ കൊണ്ടോ ഏത് അക്ഷരം കൊണ്ടാക്കി ഒരു കുഴപ്പമില്ല. തെർമൽ ആണെന്ന് കാണിക്കാൻ വേണ്ടി ടി ഇട്ട് കൊടുത്തേ ഉള്ളൂ.
ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി. വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഇക്വേഷൻ ഇവിടെ കിടപ്പുണ്ട്. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ആക്ച്വൽ ലെങ്ത് ആണ്. അപ്പൊ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ആക്ച്വൽ ലെങ്ത് ആകുമ്പോഴത്തേക്ക് ചേഞ്ച് ഇൻ ലെങ്ത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എൽ ഇൻറ്റു ആൽഫ ഡെൽറ്റ ടി എന്ന് പറയും. മനസ്സിലായോ? ഹലോ സാർ. ഹലോ പറഞ്ഞു സാർ, ഫ്രീ എക്സ്പാൻഷന്റെ കേസിൽ സ്ട്രെസ് ഇല്ല, പക്ഷേ സ്ട്രെയിൻ ഉണ്ടാവത്തില്ലേ സാർ? സ്ട്രെയിൻ ഉണ്ടാവും. സ്ട്രെസ് ഇല്ല. സ്ട്രെയിൻ മീൻസ് ഡിഫോർമേഷൻ. സ്ട്രെയിൻ ഉണ്ടാവും. കറക്റ്റ് ആണ്, സ്ട്രെയിൻ ഉണ്ടാവും. അതായത് അത് ഇലോങ്ങേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ സ്ട്രെയിൻ ആയി കഴിഞ്ഞല്ലോ. ഡെൽറ്റ എൽ എന്ന് പറഞ്ഞ ഇലോങ്ങേഷൻ ഉണ്ടാവും, ഡിവൈഡ് ബൈ ആക്ച്വൽ ലെങ്ത് ആകുമ്പോഴത്തേക്കും അവിടെ സ്ട്രെയിൻ ഉണ്ടാവും, പക്ഷെ സ്ട്രെസ് ഉണ്ടാവത്തില്ല. പറഞ്ഞത് മാറിപ്പോയാൽ സ്ട്രെസ് ഉണ്ടാവത്തില്ല. കറക്റ്റ് ആണ്, പറഞ്ഞ കാര്യം കറക്റ്റ് ആണ്. ഈ ഇക്വേഷൻ കിട്ടിയല്ലോ, സ്ട്രെയിൻ ഇക്വേഷൻ എപ്സിലോൺ ഈക്വൽ ഡെൽറ്റ എൽ ബൈ ഡിവൈഡ് ബൈ എൽ എന്ന് പറയുന്നത് ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറയും. കിട്ടിയല്ലോ. വന്നത് എങ്ങനെ മനസ്സിലായല്ലോ? ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ആക്ച്വൽ ലെങ്ത് എന്ന് പറഞ്ഞ ഇക്വേഷൻ കൊടുത്താൽ മതി. ഇനി സ്ട്രെസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാം സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു എന്താ? സ്ട്രെസ് ഡിവൈഡ് ബൈ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ഇ എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. അങ്ങനെയാകുമ്പോൾ അവിടുന്ന് സ്ട്രെസ് കാണാൻ വേണ്ടിയിട്ട് സിഗ്മ ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു ഇ എന്ന ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് ഓൾറെഡി എപ്സിലോൺ ഇക്വേഷൻ കിട്ടി. എപ്സിലോൺ എന്തായിരുന്നു? എപ്സിലോൺ ഇക്വേഷൻ എന്തായിരുന്നു? ആൽഫ ഡെൽറ്റ ടി എന്നായിരുന്നു എപ്സിലോൺ ഇക്വേഷൻ, അല്ലെങ്കിൽ സ്ട്രെയിൻ ഇക്വേഷൻ ഇൻറ്റു മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിയോട് അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് സ്ട്രെസ് കിട്ടും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ് ഈ പറയപ്പെടുന്ന തെർമൽ സ്ട്രെയിൻ അല്ലെങ്കിൽ തെർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ്. കിട്ടിയല്ലോ. ഇക്വേഷൻസ് ഇത് കിടപ്പുണ്ട്. അപ്പൊ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഒരു മെറ്റീരിയലിനെ എടുക്കുക, ആ മെറ്റീരിയലിന്റെ ഡീഫോർമേഷനെ പ്രിവെന്റ് ചെയ്തുകൊണ്ട് അത് ടെമ്പറേച്ചർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സംഭവിക്കുന്നത് അതിനകത്ത് തെർമൽ സ്ട്രെസ് ഉണ്ടാകും. ഇനി ഡീഫോർമേഷനെ പ്രിവെന്റ് ചെയ്തില്ലെങ്കിൽ സംഭവിക്കുന്നവിടെ സ്ട്രെയിൻ മാത്രമേ സംഭവിക്കത്തുള്ളൂ. ഇലോങ്ങേഷൻ മാത്രമേ ഇവിടെ നടക്കത്തുള്ളൂ. സ്ട്രെസ് ഉണ്ടാവത്തില്ല. സ്ട്രെസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിന്റെ എക്സ്പാൻഷനെ പ്രിവെന്റ് ചെയ്യണം. അപ്പൊ അതിന്റെ ഇക്വേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഡെൽറ്റ എൽ ആണ് അവിടുത്തെ എക്സ്പാൻഷൻ ഉണ്ടാവുന്നത്, അല്ലെ ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ എൽ ആണ്. ഇറ്റ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദ മെറ്റീരിയൽ, കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ, പിന്നെ പറഞ്ഞ എന്തോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കി വെച്ചേക്കുക. ഇനി നമുക്ക് ഒരു ടേപ്പർ സെക്ഷൻ ആണെങ്കിൽ ഈ ടേപ്പർ സെക്ഷനിൽ ഉണ്ടാവുന്ന, ഇനി അടുത്തത് വേറൊരു കാര്യം കൂടെ പറയാനും പറയണം. ഇഫ് സം എമൗണ്ട് ഓഫ് ഈൽഡിംഗ് ഈസ് പെർമിറ്റഡ്. ഈൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എന്തോ ഈൽഡിംഗ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ പറയപ്പെടുന്ന മറ്റൊരു പേരാണ് ഈൽഡിംഗ് നമ്മൾ പറയുന്നത്. പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ, അതായത് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ ഷേപ്പ് മാറ്റം സംഭവിച്ചു, അതാണ് ഈൽഡിംഗ് എന്ന് പറയുന്നത്. എങ്കിൽ നമ്മൾ കുറച്ച് ഈൽഡിംഗ് ഒക്കെ പെർമിറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ അവസ്ഥയിൽ ഉണ്ടാവുന്ന തെർമൽ സ്ട്രെസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് ഈ കാണുന്നത്. ഇഫ് സം എമൗണ്ട് ഓഫ് ഈൽഡിംഗ് ഈസ് പെർമിറ്റഡ് then the change in length responsible for temperature. അതായത് ഞാൻ കുറച്ച് ഈൽഡിംഗ്, അതായത് ഇതിനെ ചൂടാക്കിയിട്ട് ഒരു പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ ഒക്കെ സംഭവിക്കാൻ വരെ അവസരം കൊടുത്തു, ഈൽഡിങ്ങിനെ പെർമിറ്റ് ചെയ്തു. ഈൽഡിംഗ് പെർമിറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ആ ഈൽഡിംഗ് പോയിന്റ് വരെ പോകാൻ മുമ്പ് വെച്ച് തന്നെ ഹീറ്റിനെ പിൻവലിക്കും. ഇനി നമുക്ക് ഈൽഡിംഗ് അപ്രൂവ് ചെയ്തിരിക്കുക, ഈൽഡിംഗ് ഒക്കെ വരാൻ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ആ ഹീറ്റ് ഈൽഡിംഗ് പോയിന്റ് വരെ ഹീറ്റ് ചെയ്തുകൊണ്ട് പോകും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഈ പറയപ്പെടുന്ന മെറ്റീരിയലിന് പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ സംഭവിക്കും. അതായത് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ അതിന്റെ ഷേപ്പ് മാറിപ്പോകും. അങ്ങനെയാണെങ്കിൽ ഈൽഡിങ്ങോടൊക്കെ പെർമിറ്റ് ചെയ്യുവാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ ലെങ്ത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് എൽ ഡെൽറ്റ ടി. ഇത് നമ്മുടെ നേരത്തെ പറഞ്ഞ സ്ട്രെയിൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ തന്നെയാണ്, മൈനസ് ഈൽഡിംഗ്. ആ ഈൽഡിംഗ് ലെങ്ത് ആണ് ഈ പറയപ്പെടുന്ന ഡെൽറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ നേരത്തെ പറഞ്ഞ മെറ്റീരിയലിനൊക്കെ നമ്മൾ ഹീറ്റ് ചെയ്ത സമയത്ത് അതിനൊരു ഈൽഡിംഗ് പെർമിറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഈൽഡിംഗ് സംഭവിക്കുന്നതിന് മുമ്പ് വെച്ച് തന്നെ ഹീറ്റിംഗ് അങ്ങ് നിർത്തും. ഇനി നമുക്ക് ഇവിടെ ഈൽഡിംഗ് പെർമിറ്റഡ് ആണ്, അങ്ങനെയാണെങ്കിൽ ആ ഈൽഡിംഗ് ടെമ്പറേച്ചർ അതിനെ അങ്ങ് നമുക്ക് ഹീറ്റ് ചെയ്തുകൊണ്ട് പോകാം. ഈൽഡിംഗ് നടന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ ചെറിയ പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ സംഭവിച്ചു എന്നർത്ഥം, പഴയ സ്റ്റേജിലോട് തിരിച്ചു വരത്തില്ല. അങ്ങനെയാണെങ്കിൽ ആ ഈൽഡിംഗ് ലെങ്ത് ഒക്കെ നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തുള്ള ലെങ്ത് റെസ്പോൺസിബിൾ, അതിന്റെ അവിടെ ഉണ്ടാവുന്ന സ്ട്രെയിൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അങ്ങനെ ഓർത്താൽ മതി. If some amount of yielding is permitted, then the change in length responsible for temperature stress is, ആ സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആവുന്ന സ്ട്രെയിന്റെ ഇക്വേഷൻ ആണ് ഈ പറയപ്പെടുന്നത്, അല്ലെങ്കിൽ ഡെൽറ്റ എല്ലിന്റെ ഇക്വേഷൻ ആണ്. ഡെൽറ്റ എല്ലിന്റെ ഇക്വേഷൻ ആണ് ഈ കിടക്കുന്നത്. ഈൽഡിംഗ് പെർമിറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന സ്ട്രെസ് ആണ് നമ്മൾ ഈ പറയപ്പെടുന്ന വാല്യൂ എന്ന് ഓർത്തിരിക്കുക. അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ എൽ ആണെന്ന് കരുതുക. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഈ ഇക്വേഷൻ ഈൽഡിങ്ങിന്റെ ഡെൽറ്റ എൽ ഇക്വേഷൻ, ഡെൽറ്റ എൽ കറസ്പോണ്ടിങ് ടു ഈൽഡിംഗ് ആണെങ്കിൽ ഉള്ള ഇക്വേഷൻ ആണ് ഈ പറയപ്പെടുന്നത്. ഓക്കെ, എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ ബാർ ആണ്, ആൽഫ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ആണ്, ഡെൽറ്റ ടി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്, ഡെൽറ്റ എന്ന് പറയുന്നത് ഈൽഡിംഗ് വാല്യൂ ആണ്, അല്ലെങ്കിൽ ഈൽഡിംഗ് ലെങ്ത് ആണ് ഡെൽറ്റ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
ഇനി നമുക്കൊരു ടേപ്പറിംഗ് സെക്ഷൻ ആണ് നമ്മുടെ ഉള്ളത്. ടേപ്പറിംഗ് സെക്ഷൻ മീൻസ് കണ്ടോ അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു വലിയ ഡയമീറ്ററിൽ നിന്ന് ചെറിയ ഡയമീറ്ററിലോട്ട് അതിന്റെ ഏരിയ മാറുക അല്ലെങ്കിൽ അതിന്റെ വിഡ്ത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ തെർമൽ സ്ട്രെസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നോക്കിയാൽ മതി. ഡെൽറ്റ അല്ല ആൽഫ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡെൽറ്റ ടി ഇൻറ്റു യങ്സ് മോഡുലസ് ഇ ഇൻറ്റു d1 ഡിവൈഡ് ബൈ d2. d1 എന്ന് പറയുന്നത് അവിടുത്തെ വലിയ ഡയമീറ്ററും d2 എന്ന് പറയുന്നത് ചെറിയ ഡയമീറ്ററുമാണ്. ഈ ഇക്വേഷനോട് ഒന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കോമ്പോസിറ്റ് ബാറിന്റെ കേസ് പറഞ്ഞു. ഒരു ഇഫ് ടെമ്പറേച്ചർ ഇൻക്രീസ് ഇഫ് ബോത്ത് സ്റ്റീലും അലൂമിനിയവും എക്സ്പാൻഡ് ചെയ്യാൻ അവസരം കൊടുത്തു. ഓക്കെ ആണല്ലോ. അതായത് നമ്മൾ കോമ്പോസിറ്റ് ബാർ എടുത്തു, അല്ലെങ്കിൽ ഒരു കോമ്പോസിറ്റ് ബാർ ഒരു ബാർ എടുത്തു, ബാറിനകത്ത് കോമ്പോസിറ്റ് തന്നെ വേണമെങ്കിൽ കരുതുക, അലൂമിനിയം സ്റ്റീലും ഉണ്ടെന്ന് കരുതുക. ഒരിടത്ത് അലൂമിനിയവും അടുത്തടുത്ത് സ്റ്റീലും ആണെന്ന് കരുതുക. ഓക്കെ, അലൂമിനിയവും സ്റ്റീലും ഉള്ള ഒരു കോമ്പോസിറ്റ് ബാർ എടുത്തു. രണ്ടിടവും ഫ്രീ ടു എക്സ്പാൻഡ്, അതിന് ആവശ്യമുള്ളിടത്തോടെ എക്സ്പാൻഡ് ചെയ്ത് പോകാൻ വെക്കും. അങ്ങനെയുള്ള അവസ്ഥയിൽ ഞാൻ ടെമ്പറേച്ചർ ഈ പറയപ്പെടുന്നതിന് കൊടുത്തു. ഇവിടെ ടെമ്പറേച്ചർ ചൂട് കൊടുത്തു എങ്കിൽ ഈ പറയപ്പെടുന്ന അലൂമിനിയത്തിനാണോ സ്റ്റീലിനാണോ ഏറ്റവും കൂടുതൽ എക്സ്പാൻഷൻ സംഭവിക്കുന്നത്? അലൂമിനിയം. അലൂമിനിയം എന്ന് പറയുന്നത് അതിന് അത്യാവശ്യം നല്ല കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഉള്ളതാണ്. ചെറിയ ചൂട് കൊടുത്താൽ പോലും അത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കും. വെൻ കമ്പയർഡ് ടു സ്റ്റീൽ, ആ സെയിം ടെമ്പറേച്ചറിന് അലൂമിനിയം ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇലോങ്ങേറ്റ് ചെയ്യുന്നത്. പറഞ്ഞു മനസ്സിലായോ? ഒരു കോമ്പോസിറ്റ് മെറ്റീരിയൽ ആണ് അലൂമിനിയം സ്റ്റീലും കൊണ്ടുണ്ടാക്കിയത്. അതിനെ ഫ്രീ ടു എക്സ്പാൻഷൻ, അതിന് യാതൊരു തടസ്സമല്ല, ഇഷ്ടമുള്ളത്രയും എക്സ്പാൻഡ് ചെയ്ത് പോകാം. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഹീറ്റ് കൊടുത്തു, അല്ലെങ്കിൽ ചൂട് കൂട്ടി കൊടുത്തു, ഹീറ്റ് ഇൻക്രീസ് ചെയ്ത് കൊടുത്തു, അങ്ങനെയാണെങ്കിൽ എക്സ്പാൻഷൻ സംഭവിക്കും. ഉറപ്പാണ് എക്സ്പാൻഷൻ സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ അലൂമിനിയത്തിനാണോ സ്റ്റീലിനാണോ എക്സ്പാൻഷൻ കൂടുതലെന്ന് ചോദിച്ചാൽ അതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷന്റെ വാല്യൂ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അലൂമിനിയം ആയിരിക്കും സ്റ്റീലിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കൂടുതൽ ഇലോങ്ങേറ്റ് ചെയ്ത് പോകുന്നത്. ഇനി ഒരു കോമ്പോസിറ്റ് സെക്ഷൻ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മെറ്റീരിയലും ഒരേപോലെ മാത്രമേ എക്സ്പാൻഡ് ചെയ്ത് പോകാൻ ഒക്കത്തുള്ളൂ. ഒരു കോമ്പോസിറ്റ് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ രണ്ടും ഒരേ സ്ട്രെയിനും ഒരേ ഇലോങ്ങേഷനും മാത്രമേ കാണിക്കാൻ ഒക്കൂ. ദാറ്റ് മീൻസ് അലൂമിനിയം കൂടുതലായിട്ട് അങ്ങോട്ട് പോകരുത്, സ്റ്റീല് ഒരുപാട് കുറയാനും പാടില്ല. രണ്ടും സമാസമം മാത്രമേ സ്ട്രെയിൻ സംഭവിച്ച് ഇലോങ്ങേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് കോമ്പോസിറ്റ് സെക്ഷന്റെ പ്രത്യേകത. സാധാരണഗതിയിൽ അലൂമിനിയത്തിന് ചൂട് കൊടുത്താൽ കൂടിപ്പോകും, സ്റ്റീലിന് വളരെ പതിയെ ഇലോങ്ങേറ്റ് ചെയ്ത് പോകത്തുള്ളൂ. പക്ഷെ ഒരു കോമ്പോസിറ്റ് ബാർ ആകുകയാണെങ്കിൽ, രണ്ടും ചേർത്തൊരു ഒറ്റ ബാറാക്കി മാറ്റുകയാണെങ്കിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടിനും നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെയിനും സെയിം ഇലോങ്ങേഷനേ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ഒരു കേസ് വരുവാണെന്നുണ്ടെങ്കിൽ ഈ പറയപ്പെടുന്ന അലൂമിനിയത്തിന് എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? കോമ്പോസിറ്റ് ബാർ ആയിട്ട് അലൂമിനിയവും സ്റ്റീലും ഒരേപോലെ മാത്രം വികസിച്ചു പോകാവൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അലൂമിനിയത്തിന് ഞാൻ എന്ത് ചെയ്യണം, സ്റ്റീലിന് ഞാൻ എന്ത് ചെയ്യണം? വെറുതെ ഒരേ ചൂട് കൊടുത്ത അലൂമിനിയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, സ്റ്റീൽ വളരെ പതിയെ പുറകിലെ ഓടി എത്തത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ അലൂമിനിയത്തിന് ഞാൻ എന്തോ ഒരു സാധനം കൊടുക്കണം, സ്റ്റീലിന് ഞാൻ എന്തോ ഒരു സാധനം കൊടുക്കണം. അലൂമിനിയത്തിന് കംപ്രഷൻ ഫോഴ്സ് അല്ലെങ്കിൽ കംപ്രഷൻ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഫോഴ്സ് കംപ്രസീവ് ഫോഴ്സ് കൊടുത്ത് അതിനെ നമ്മൾ അതിന്റെ വികസിക്കുന്ന തടഞ്ഞു വെക്കണം. ആ സമയത്ത് തന്നെ സ്റ്റീലിന് ഞാൻ ഒരു ടെൻസൈൽ ഫോഴ്സ് കൊടുത്ത് അതിനെ വലിച്ചുകൊണ്ട് പോവുകയും ചെയ്യണം. ഓർത്തിരിക്കേണ്ട കാര്യമുണ്ട്, ഈ പറയപ്പെടുന്ന അലൂമിനിയവും സ്റ്റീലും ചേർന്ന ഒരു കോമ്പോസിറ്റ് സെക്ഷൻ ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ അലൂമിനിയത്തിന് എക്സ്പാൻഷൻ കൂടുതലായിരിക്കും. അതിനെ തടയാൻ വേണ്ടിയിട്ട് അലൂമിനിയത്തിന് ഒരു കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ കംപ്രഷൻ കൊടുക്കും. അതേപോലെ ആ സമയത്ത് തന്നെ സ്റ്റീലിന് ഇലോങ്ങേഷൻ ഭയങ്കര പാടുപെട്ടേ സംഭവിക്കത്തുള്ളൂ. അതിന് ഇലോങ്ങേഷൻ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അലൂമിനിയത്തിന് ഞാൻ ടെൻഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ടെൻസൈൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ്, ഒരു സെയിം സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഇതിനെ എനിക്ക് കോൺട്രാക്ട് ചെയ്യണം, എനിക്ക് ഈ പറയപ്പെടുന്നതിന് കോൺട്രാക്ഷൻ സംഭവിക്കണം. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് പറഞ്ഞു. അതായത് നേരത്തെ പറഞ്ഞത് എന്താ? നേരത്തെ എക്സ്പാൻഷനാ പറഞ്ഞത്. എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ സമയത്ത് അലൂമിനിയത്തിന് ഞാൻ കംപ്രസീവ് ഫോഴ്സും കൊടുക്കണം, സ്റ്റീലിന് ടെൻസൈൽ ഫോഴ്സും കൊടുക്കണം. എങ്കിൽ നേരെ തിരിച്ച് എനിക്ക് ഇനി ഈ പറയപ്പെടുന്ന കോമ്പോസിറ്റ് മെറ്റീരിയലിനെ എനിക്ക് കംപ്രഷൻ ഉണ്ടാക്കണം, അല്ലെങ്കിൽ കോൺട്രാക്ഷൻ, കംപ്രഷൻ അല്ല കോൺട്രാക്ഷൻ, അതായത് വികസിക്കരുത്, കോൺട്രാക്ട് ചെയ്യിപ്പിക്കണം. കോൺട്രാക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? അലൂമിനിയം എക്സ്പാൻഡ്. നേരെ മുമ്പേ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ് വൈസ് വേഴ്സ സംഭവം ചെയ്യണം. നേരത്തെ പറഞ്ഞെടുത്ത് അലൂമിനിയം കംപ്രഷൻ ആണെങ്കിൽ ഇവിടെ അലൂമിനിയം ടെൻഷൻ ആക്കി കൊടുക്കുക. ഇനി ഇവിടെ നേരത്തെ പറഞ്ഞ സ്റ്റീല് ടെൻഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റീല് കംപ്രഷൻ ആക്കി കൊടുക്കുക. മനസ്സിലായോ? കോമ്പോസിറ്റ് ബാർ എന്ന് പറയുന്നത് രണ്ടും ചേർത്ത് ഒറ്റ മെറ്റീരിയൽ പോലെ ആക്ട് ചെയ്യും, രണ്ടും ചേർന്ന് ഒരു മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യുന്നു. ഇവിടെ അലൂമിനിയവും ഇവിടെ സ്റ്റീലും ആണെന്ന് കരുതുക.
നോർമൽ ആയിട്ട് ഇത് ഫ്രീ ടു എക്സ്പാൻഡ് ആണെങ്കിൽ ഞാൻ ഒരു ഹീറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അലൂമിനിയം മുന്നോട്ട് അങ്ങ് പോകും, സ്റ്റീൽ പതിയെ പോത്തുള്ളൂ. അപ്പൊ രണ്ടിനെയും ഒരേപോലെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ പറയപ്പെടുന്ന അലൂമിനിയത്തിന് ഞാനൊരു കംപ്രഷനും കൊടുക്കും, ഈ പറയപ്പെടുന്ന സ്റ്റീൽ ഞാനൊരു ടെൻസൈൽ ഫോഴ്സും കൊടുക്കും. ഇനി അതിനെ ചെറുതാക്കാൻ വേണ്ടിയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഓപ്പോസിറ്റ് ആയിട്ട് ഞാൻ ചെയ്യുമെന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. ഓക്കെ, ഇത് നമ്മൾ നോർമൽ സ്ട്രെസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളോട് പഠിക്കാനുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ ആ മെറ്റീരിയലിന് നമ്മൾ നേരെ കറക്റ്റ്, അതായത് 90 ഡിഗ്രിയിൽ വരുന്ന നോർമൽ സെക്ഷനിൽ ഉണ്ടാവുന്ന ഫോഴ്സുകളൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നോർമൽ സ്ട്രെസ്, നോർമൽ സ്ട്രെയിൻ എന്നുള്ള കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഞാൻ എടുത്ത സെക്ഷനകത്ത് ഞാൻ ചരിഞ്ഞ് ഒരു ഇൻക്ലിനേഷനിലാണ് നമ്മുടെ സ്ട്രെസ് എന്നുണ്ടെങ്കിൽ എങ്ങനെ ആ സ്ട്രെസ് കണ്ടുപിടിക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പറഞ്ഞ ഓർമ്മയുണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ മെറ്റീരിയലിനകത്തൊക്കെ ഇതാണ് ഒരു മെറ്റീരിയൽ എന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയലിനകത്ത് നോർമലായിട്ടൊരു പ്ലെയിൻ എടുത്തിട്ട് അല്ലെങ്കിൽ നോർമലായിട്ടൊരു എടുത്തിട്ട് അവിടുന്ന് ഒരു ഫോഴ്സ് ഒക്കെ ഉണ്ട്, അങ്ങനെയുള്ള സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെയാണ് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. ഇനി ഇതേപോലെ തന്നെ ഇവിടെ എഫ് ഉണ്ടെങ്കിൽ F/A എന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ സിഗ്മ എന്ന് പറയുന്ന സംഭവം കിട്ടും, സ്ട്രെസ് എന്ന് പറയുന്ന സംഭവം കിട്ടും. ഇതാണ് നോർമലായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കേസ്. ഇനി ഒരു ബാർ എടുത്തു, ആ ബാറിനകത്ത് ഒരു സർട്ടൺ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനിലാണ് മെറ്റീരിയൽ ഇങ്ങനെ പോകുന്നത്, അതായത് കട്ടിംഗ് പ്ലെയിൻ പോകുന്നത് ഒരു ആംഗിളിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ കട്ടിംഗ് പ്ലെയിന് നോർമലായിട്ടായിരിക്കും എന്റെ ഇവിടുത്തെ ഫോഴ്സ് പോകുന്നത്, അതായത് ഇതായിരിക്കും അതിന്റെ ഫോഴ്സ് എന്ന് പറയുന്നത്. ആ പ്ലെയിന് നോർമലായിട്ടായിരിക്കണം ഫോഴ്സ് പോകേണ്ടത്, അല്ല നേരെയല്ല പോകേണ്ടത്. ചരിഞ്ഞാണ് കട്ട് ചെയ്യുന്നെങ്കിൽ ആ ചരിഞ്ഞ് കട്ടിംഗ് പ്ലെയിന് നോർമലായിട്ട് വേണം ഫോഴ്സ് പാസ് ചെയ്യണം. അപ്പൊ ഇങ്ങനെയാണ് ഫോഴ്സ് 90 ഡിഗ്രിയിലാണ് ഫോഴ്സ് പാസ് ചെയ്ത് പോകുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന സ്ട്രെസ് എന്താണ്, സ്ട്രെയിൻ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഇക്വേഷൻസ് എന്താണെന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ നോക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം, ഇവിടെ ഇത് P എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ആണെന്ന് കരുതുക. ഓക്കെ, ഈ ഫോഴ്സ് ഒരു ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനിലാണ് പോകുന്നതെങ്കിൽ അത് രണ്ടായിട്ട് അതിനെ എനിക്ക് ഡിവൈഡ് ചെയ്ത് മാറ്റാം, അല്ലെങ്കിൽ രണ്ട് കമ്പോണൻസ് അതിനുണ്ട്. കാരണം നോക്കിയേ, ഇതാണ് നമ്മുടെ സെക്ഷൻ. നോർമലി ഇരിക്കുമ്പോഴത്തേക്ക് നേരെ ഇരിക്കേണ്ട വസ്തുവാണ്, അതിനകത്തൊരു ചെറിയ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനിലാണ് ഞാനൊരു പ്ലെയിൻ കട്ട് ചെയ്ത് പോയി. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ നേരെ വരുന്ന ആക്സിയൽ ലോഡ് P ഇങ്ങനെ പോകുന്നു, അതിന്റെ ഒരു കമ്പോണന്റ് നോർമൽ ഫോഴ്സ് പോകുന്നത് ഒരു ഈ പറയപ്പെടുന്ന കട്ടിംഗ് പ്ലെയിന് 90 ഡിഗ്രിയിലായിരിക്കും. കട്ടിംഗ് പ്ലെയിന് 90 ഡിഗ്രി ആയിട്ടായിരിക്കും ഈ പറയപ്പെടുന്ന നോർമൽ ഫോഴ്സ് പോകുന്നത്, ആക്സിയൽ ലോഡ് പോകുന്നത് നേരെയായിരിക്കും. ഫിഗർ ശ്രദ്ധിച്ചോണേ, ഫിഗർ കറക്റ്റ് ആയിട്ട് നോക്കിക്കൊണ്ട് പോകുക. ഒന്നുകൂടെ ഞാൻ മാറ്റി വരയ്ക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ ബാർ ഇതാണ്, ഈ ബാറിനകത്ത് ചെറിയൊരു ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനിലാണ് അവിടുത്തെ പ്ലെയിൻ പാസ് ചെയ്ത് പോകുന്നതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ നോർമൽ ഫോഴ്സ് പാസ് ചെയ്ത് പോകുന്നത് ഈ പറയപ്പെടുന്ന പ്ലെയിന് 90 ഡിഗ്രി മേക്ക് ചെയ്തുകൊണ്ടായിരിക്കും അവിടുത്തെ നോർമൽ ഫോഴ്സ് പാസ് ചെയ്ത് പോകുന്നത്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ തന്നെ ഒരു ആക്സിയൽ ലോഡ് പാസ് ചെയ്ത് പോകുന്നത് ഇതിന് കറക്റ്റ് നേരെ, ഈ പറയപ്പെടുന്ന പ്ലെയിന് കറക്റ്റ് നേരെ ആയിരിക്കും അവിടുത്തെ ആക്സിയൽ ലോഡ് പോകുന്നതെന്ന് ഓർത്തിരിക്കുക. ഒരു തീറ്റ ഡിഗ്രിയിലായിരിക്കും ഇവിടുത്തെ ആംഗിൾ, തീറ്റ ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആക്സിയൽ ലോഡ് P ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ നോർമൽ ഫോഴ്സ് കണ്ടുപിടിക്കുന്നത് P ഇൻറ്റു കോസ് തീറ്റ, അതായത് കോസ് ആയിരിക്കുമല്ലോ, കോസ് സൈൻ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് P കോസ് തീറ്റ എന്ന് പറഞ്ഞ ഒരു ഫോമിലായിരിക്കും അവിടുത്തെ നോർമൽ ഫോഴ്സ് പാസ് ചെയ്ത് പോകുന്നത്. ഇനി അവിടുത്തെ ഒരു ഷിയർ ഫോഴ്സ് ഉണ്ടാവും, ഇത് നോർമൽ ഫോഴ്സ്, ഇത് അവിടുത്തെ ആക്സിയൽ ലോഡ് ആണെങ്കിൽ ഇതായിരിക്കും അവിടുത്തെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഷിയർ ഫോഴ്സ് ഞാൻ S കൊണ്ട് ഡിനോട്ട് ചെയ്ത് അല്ലെങ്കിൽ V കൊണ്ട് ഡിനോട്ട് ചെയ്താലും മതി, ഏത് അക്ഷരമായാലും കുഴപ്പമില്ല. അപ്പൊ അവിടുത്തെ ഷിയർ ഫോഴ്സ്, ഷിയറിംഗ് എന്ന് പറയുമ്പോൾ എന്തുവാ, ചരിഞ്ഞ് കട്ട് ചെയ്ത് പോകുമ്പോൾ ഉള്ളത് ഷിയറിംഗ് ഓഫ് പറയത്തില്ലയോ. അപ്പൊ ആ ഷിയർ ഫോഴ്സ് പോകുന്നത് P സൈൻ തീറ്റ എന്ന രീതിയിലും ആയിരിക്കും. അപ്പൊ ഇത് ജസ്റ്റ് ഒരു ഇൻക്ലിനേഷനിൽ പോകുന്ന കേസിലെ സ്ട്രെസ്സും സ്ട്രെയിനും, അല്ലെങ്കിൽ സ്ട്രെസ് എങ്ങനെയാണ് പറയുന്നുള്ള കാര്യം മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. ക്ലിയർ ആയോ? ഇതാണ് ആ പ്ലെയിൻ എന്നുണ്ടെങ്കിൽ ആക്സിയൽ ലോഡ് P എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് ആക്സിസിന് പാരലായിട്ട് പോകും. അതിന് 90 ഡിഗ്രിയിലായിരിക്കും നമ്മുടെ നോർമൽ ഫോഴ്സ് പോകുന്നത്, അതിന് ഇവിടെ കൂടെ ആയിരിക്കും അതിന്റെ ഷിയർ ഫോഴ്സ് പോകുന്നത്. അപ്പൊ അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നോർമൽ ഫോഴ്സ് പെർപെൻഡിക്കുലർ ടു ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ N ഈക്വൽ ടു P കോസ് തീറ്റ. ഇനി ടാൻജൻഷ്യൽ ഫോഴ്സ് അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് പോകുന്നത് എപ്പോഴും P സൈൻ തീറ്റ എന്ന് പറഞ്ഞൊരു രീതിയിലായിരിക്കും പോകുന്നത്. കമ്പോണൻസിനെ പറ്റി പറഞ്ഞതേ ഉള്ളൂ. നോർമലി പോകുന്നതിൽ ഫോഴ്സ് ബൈ ഏരിയ എന്ന് എടുക്കത്തേ ഉള്ളൂ. ഇപ്പൊ ഇൻക്ലിനേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. നോർമൽ ഫോഴ്സ്, ഷിയർ ഫോഴ്സിന്റെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, ഇനി ഇവിടുന്ന് പഠിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഒന്ന്, ഈ ഇക്വേഷൻ നോക്കണം. ഈ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നമുക്ക് ഈ ഇക്വേഷൻ മതി, സ്റ്റാർ ഇട്ടിരിക്കുന്ന ഇക്വേഷൻ. നമുക്ക് പ്രിൻസിപ്പൽ സ്ട്രെസ്സും സ്ട്രെയിനും പറയുന്നിടത്ത് ഒന്നുകൂടെ വിശദമായിട്ട് പറയാം. അപ്പൊ അതിന് കണക്ഷൻ കിട്ടും. ഇതിപ്പം പറഞ്ഞ സമയം കളയണ്ട. പ്രിൻസിപ്പൽ സ്ട്രെസ്സും സ്ട്രെയിനും പറയുന്നിടത്തേ അതിന് മുമ്പായിട്ട് കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ഓക്കെ, അപ്പൊ അവിടെ നിൽക്കട്ടെ. നമ്മളപ്പം തെർമൽ സ്ട്രെസ് ഇനി പോകുന്നത് ടോർഷൻ എന്ന് പറഞ്ഞൊരു കാര്യത്തിലോട്ടാണ്. ടോർഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പെൻ എടുത്തോട്ടെ. ഇതൊരു മെറ്റീരിയൽ ആണെന്ന് കരുതുക, ഇതൊരു ബാർ ആണെന്ന് കരുതുക. ക്യാമറയിലോട്ട് നോക്കുക, എന്നെ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഈ ബാറിനകത്ത് ടോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇതിന്റെ ഒരു സൈഡിൽ കൂടെ ഞാനൊരു ക്ലോക്ക് വൈസ് മൊമെന്റ് കൊടുക്കും. ഓക്കെ, അടുത്ത സൈഡിൽ കൂടെ ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് കൊടുക്കും. അതായത് നമ്മൾ തുണി കഴുകുന്ന സമയത്ത്
തുണി പിഴിയുന്ന സമയത്ത് തുണിയുടെ ഒരു സൈഡ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് അടുത്ത സൈഡ് ഇങ്ങനെ തിരിക്കും. അതേപോലെ ആ തിരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ട്വിസ്റ്റിംഗ് മൊമെന്റ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ടോർഷൻ എന്ന് വിളിക്കുന്നത്. നോക്കിയേ, ഈ കാണുന്ന ബാർ ആണെങ്കിൽ ഈ ബാറിന്റെ ഒരു സൈഡിൽ ക്ലോക്ക് വൈസ് ആയിട്ട് കൊടുക്കും, അടുത്ത സൈഡിൽ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് കൊടുക്കും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് കാണും, ആ പോയിന്റ് വെച്ചിട്ട് ഈ ബാർ രണ്ടായിട്ട് അങ്ങ് മാറും. മാറത്തില്ല, രണ്ടായിട്ട് ആക്ട് ചെയ്യുന്നില്ല. അതായത് ഒരു 0 പോയിന്റ് കാണും. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരിടത്ത് ഇങ്ങനെ പോകുന്ന ഒരു ഷേപ്പ് ഉണ്ടല്ലോ, നമ്മള് ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് വരയ്ക്കും. അതുപോലെ തന്നെ ഇത് ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ച് രണ്ട് സെപ്പറേറ്റ് വിങ് ആയിട്ട് ആക്ട് ചെയ്യുന്ന പോലെ ആയി പോകും. ഒരു സൈഡിൽ ഒരിടത്തോട്ട് തിരിക്കുന്നു, അടുത്ത സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ തിരിക്കുന്നു. ആ തിരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ട്വിസ്റ്റിംഗ് മൊമെന്റിന് പറയുന്ന പേരാണ് ടോർഷൻ എന്ന് പറയുന്നത്. ടോർഷൻ എന്താ നമുക്ക് നോക്കാം. ടോർഷൻ is a moment that twist or deform a member about its longitudinal axis. and സ്ട്രൈറ്റ് ലൈൻ ആണ് ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പൊ ആക്സിസ് വെച്ചിട്ട് ട്വിസ്റ്റിംഗ് മൊമെന്റിനാണ് നമ്മൾ ടോർഷൻ എന്ന് പറയുന്നത്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട കാര്യങ്ങൾ പറയാം. ഇത് പറയുന്നതിന് മുമ്പായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്, നിങ്ങൾ കണ്ട ഇക്വേഷൻ ആയിരിക്കും. T ഡിവൈഡ് ബൈ J ഈക്വൽ ടു ടോ ഡിവൈഡ് ബൈ R ഈക്വൽ ടു സി തീറ്റാന്നോ ജി തീറ്റാന്നോ എൻ തീറ്റാന്നോ ഏത് അക്ഷരമായാലും കുഴപ്പമില്ല. ഈ G എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് റിജിഡിറ്റി ആയിരിക്കും. എന്താ മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറഞ്ഞാല് ഷിയർ സ്ട്രെസ് ഡിവൈഡ് ബൈ ഷിയർ സ്ട്രെയിൻ. നോർമൽ സ്ട്രെസ് ഡിവൈഡ് ബൈ നോർമൽ സ്ട്രെയിൻ ആണ് നമ്മൾ നേരത്തെ, അല്ലെങ്കിൽ സ്ട്രെസ് ഡിവൈഡ് ബൈ സ്ട്രെയിൻ, അത് നോർമൽ ആണ്. അപ്പൊ അതിന് പറയുന്ന പേര് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞ ക്യാപിറ്റൽ ഇ ആണ് എടുക്കുന്നത്. ഇതിൽ ഷിയർ സ്ട്രെസ് ഡിവൈഡ് ബൈ ഷിയർ സ്ട്രെയിൻ നമ്മൾ വിളിക്കുന്ന പേര് മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്നാണ്. ആ അക്ഷരമാണ് G കൊണ്ട് ഡിനോട്ട് ചെയ്യാറുണ്ട്, C കൊണ്ട് ചെയ്യാറുണ്ട്, N കൊണ്ട് ചെയ്യാറുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ടോർഷൻ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പണ്ട് പഠിക്കുന്ന സമയത്ത് കുറച്ച് അസംഷൻസ് എടുക്കാറുണ്ട്. അസംഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മാത്രം മതി. മെറ്റീരിയൽ ഓഫ് ദ ഷാഫ്റ്റ് ഈസ് യൂണിഫോം ത്രൂ ഔട്ട് ദ ലെങ്ത്. അതായത് ഈ മെറ്റീരിയൽ ഐസോട്രോപിക് ആയിരിക്കും എന്നാണ് ഉദ്ദേശിച്ചത്. അതായത് ഒരൊറ്റ സാധനം കൊണ്ടാണ് ത്രൂ ഔട്ട് ഉണ്ടാക്കുക. അത് അലൂമിനിയം ആണ്, അലൂമിനിയം കൊണ്ട് മാത്രമായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. ത്രൂ ഔട്ട് ഒരൊറ്റ മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു യൂണിഫോം ആയിരിക്കും. മെറ്റീരിയൽ ഓഫ് ദ ഷാഫ്റ്റ് ഈസ് യൂണിഫോം ത്രൂ ഔട്ട് ദ ലെങ്ത്. ഒന്നാമത്തെ അസംഷൻ അതാണ്. രണ്ടാമത്തെ അസംഷൻ ട്വിസ്റ്റ് ലോങ് ദ ഷാഫ്റ്റ് ഈസ് യൂണിഫോം. നമ്മൾ ട്വിസ്റ്റിംഗ് കൊടുക്കുന്നത് യൂണിഫോം ആയിട്ടായിരിക്കും എന്നാലും രണ്ടാമത്തെ അസംഷൻ ആണ്. ഈ പറയപ്പെടുന്ന ടോർഷൻ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു തിയറി ഉണ്ട്. ടോർഷൻ തിയറിക്ക് ഉള്ള അസംഷൻസ് ആണ് ഈ കാര്യങ്ങൾ. അതിന് ആദ്യം പറയാം, ബെർണോളിസ് തിയറത്തിന് അസംഷൻസ് പഠിക്കുന്നില്ലയോ? ഐഡിയൽ ആയിരിക്കണം, ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രമാണോ സാറ് പറഞ്ഞിരുന്നത്? ഇതാണോ? അല്ല, നേരത്തെ എടുത്തതിലൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ഈ എക്സാമിന് വരുന്ന പോർഷൻസ് ഒക്കെ സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ടോ? ആ ഉണ്ട്. ഓക്കെ. ഓക്കെ, അപ്പം മെറ്റീരിയൽ ത്രൂ ഔട്ട് ലെങ്തിന്റെ കാര്യം പറഞ്ഞു. ത്രൂ ഔട്ട് ഒറ്റ മെറ്റീരിയൽ ഉണ്ടായിരിക്കും. അലൂമിനിയം ആണെങ്കിൽ അലൂമിനിയം ആയിരിക്കും, സ്റ്റീൽ ആണെങ്കിൽ സ്റ്റീൽ ആയിരിക്കും. ഇനി ട്വിസ്റ്റ് അലോങ് ദ ഷാഫ്റ്റ് ഈസ് യൂണിഫോം. അതായത് നമ്മൾ ഈ പറയപ്പെടുന്ന ഷാഫ്റ്റിനെ തുടങ്ങുന്ന ട്വിസ്റ്റ് എന്ന് പറയുന്നത് യൂണിഫോം ആയിട്ടായിരിക്കും എന്ന് ഓർത്തിരിക്കുക. ഇനി ഈ മൂന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത് ഷാഫ്റ്റ് ഈസ് ഓഫ് യൂണിഫോം സർക്കുലർ സെക്ഷൻ ത്രൂ. അതായത് ഡയമീറ്റർ, ഈ പറയപ്പെടുന്ന ഷാഫ്റ്റ് ഡയമീറ്റർ ത്രൂ ഔട്ട് ഒരേപോലെ ആയിരിക്കും. 50 mm ആണെങ്കിൽ അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ 50 mm തന്നെ ആയിരിക്കും. ഇനി ക്രോസ് സെക്ഷൻ ഓഫ് ദ ഷാഫ്റ്റ് വിച്ച് ആർ പ്ലെയിൻ ബിഫോർ ട്വിസ്റ്റ് റിമെയിൻസ് പ്ലെയിൻ ആഫ്റ്റർ. അതായത് ട്വിസ്റ്റിംഗിന് ശേഷം ആ പ്ലെയിൻ പഴയ അവസ്ഥയിലോട്ട് വരും. ഇനി ആൾ റേഡിയൈ വിച്ച് ആർ സ്ട്രൈറ്റ് ബിഫോർ ട്വിസ്റ്റ് റിമെയിൻ സ്ട്രൈറ്റ് ആഫ്റ്റർ ട്വിസ്റ്റ്. ഈ പറയപ്പെടുന്ന ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇതിനകത്ത് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്ന് കാണാറുള്ളതല്ല. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ടോർഷന്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ നേരത്തെ കുറച്ച് അസംഷൻസ് ഉണ്ട്. ബെർണോളിസ് തിയറത്തിന് അസംഷൻസ് പോലെ കുറെ അസംഷൻസ് പഠിക്കുന്നതാണ്. ഒന്ന് ജസ്റ്റ് വായിച്ചു വെച്ചിരിക്കുക. ഏറ്റവും മെയിൻ ഇമ്പോർട്ടന്റ് കാര്യം, ടോർഷൻ എന്ന് പറയുന്ന സംഭവം നടക്കണമെന്നുണ്ടെങ്കിൽ, ഒരു ബാറിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ആ ബാർ ഐസോട്രോപിക് ആയിരിക്കണം. ദാറ്റ് മീൻസ് അതിന്റെ മെറ്റീരിയൽ ത്രൂ ഔട്ട് ഒന്ന് തന്നെ ആയിരിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്. പിന്നെ ഈ പറഞ്ഞ ഇവിടെ ഒരു മൂന്നാമത്തെ കാര്യം പറഞ്ഞായിരുന്നു, ക്രോസ് സെക്ഷൻ ഓഫ് ദ ഷാഫ്റ്റ് വിച്ച് ആർ പ്ലെയിൻ ബിഫോർ ട്വിസ്റ്റ് റിമെയിൻ ആഫ്റ്റർ ട്വിസ്റ്റ്. അതോടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മാത്രം മതി കേട്ടോ. നമുക്ക് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് എന്നൊരു കൺസെപ്റ്റിലോട്ട് പോകാം. അതായത് നേരത്തെ പറഞ്ഞ ഷാഫ്റ്റ് ആണ് ഈ പടത്തിൽ കാണുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഞാൻ ഇവിടെ ഒരു ആന്റി ക്ലോക്ക് കൊടുത്തു, ഇവിടെ നേരെ തിരിച്ചാട്ടും ഇവിടെ കൊടുത്തു. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ട്വിസ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റ് ആണ് ഞാൻ ഈ പറയുന്ന എ എന്നൊരു പോയിന്റ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ എ എന്നൊരു പോയിന്റ് ആണ് ഞാൻ ഈ പറഞ്ഞ ട്വിസ്റ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഈ എ എന്ന് പറഞ്ഞ പോയിന്റ് ഇത്ര മാത്രം ടേൺ ചെയ്ത് അതിന്റെ പൊസിഷൻ ഇപ്പം ഇവിടെ ആണ് നിൽക്കുന്നത്. അതായത് ഞാൻ ഈ കാണുന്നതിന് പിടിക്കുന്ന തുണി പിഴിയുന്ന പിഴിയുക. അപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്താൽ ആ പോയിന്റ് എത്ര മാത്രം ആംഗുലർലി മൂവ് ചെയ്തു, അതായത് ചെറിയ ഒരു പോയിന്റ് ആ ട്വിസ്റ്റിംഗ് മൂലം അങ്ങോട്ട് തിരിയത്തില്ലയോ, ആ തിരിയുന്ന ആംഗിളിനാണ് നമ്മൾ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഒരു ബാർ എടുത്തിട്ട് ആ ബാറിനകത്ത് ഞാൻ രണ്ടിടത്തു നിന്നും ഡിസ്റ്റിങ് കൊടുത്തു, അല്ലെ ടോർഷൻ സംഭവിച്ചു എന്ന് കരുതുക. ടോർഷൻ സംഭവിക്കുമ്പോഴത്തേക്ക് ആ ബാറിനകത്ത് ഇനിഷ്യലി ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റ് ആണ് എ എന്ന അക്ഷരം കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ആ പോയിന്റ് ഇപ്പം നിൽക്കുന്നത് എ ഡാഷ് എന്ന് പറഞ്ഞൊരു ഏരിയയിലാണ്, എ ഡാഷ് എന്നൊരു ഏരിയയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ എ സഞ്ചരിച്ചിരിക്കുന്ന ആംഗുലർ ഡിസ്റ്റൻസ് അതിനെയാണ് ഞാൻ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് എന്ന് പറയാം. സിമ്പിൾ ആയിട്ട് അത്രേ ഉള്ളൂ ആംഗിൾ ഓഫ് ട്വിസ്റ്റിന്റെ കൺസെപ്റ്റ്. ഓക്കെ ആണല്ലോ. ആ തിരിഞ്ഞ ആംഗിൾ അതിനാണ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടുന്ന് എന്ത് ചോദിക്കുമെന്ന് ചോദിച്ചാൽ ഇവിടുന്ന് പ്രോബ്ലം ആണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. മിക്കവാറും പവർ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ ഇക്വേഷൻ P = 2π/NT / 60 എന്ന് പറഞ്ഞ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് വരാറുണ്ട്. അപ്പം അതെന്തിനാണ് ഇവിടെ പറയുന്നത് ചോദിച്ചാൽ P യുടെ ഇക്വേഷൻ 2π/NT / 60 ആണ്. വേർ 2 അറിയാം, പൈ അറിയാം, n അറിയാം, T എന്ന് പറയുന്നത് ഈ കിടക്കുന്ന ടോർഷൻ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ടോർഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് T/J = τ / R = g⁻⁴L. അപ്പൊ ഈ T എന്ന് പറയുന്നത് ടോർഷൻ ആണ്, ടോർഷണൽ മൊമെന്റ് അല്ലെങ്കിൽ ടോർഷൻ ആണ് T എന്ന് പറയുന്നത്. J എന്ന് പറയുന്നത് പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. എനിക്ക് ചോദിക്കട്ടെ, പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്ന സാധനത്തിനെ ഡിനോട്ട് ചെയ്യുന്ന മറ്റൊരു അക്ഷരം ഏതാണ്? J അല്ലെങ്കിൽ വേറൊരു അക്ഷരം പറഞ്ഞിരുന്നു, ഏതാണ് അക്ഷരം? നമ്മൾ IXX പഠിച്ചു, മെക്കാനിക്സ് ക്ലാസ്സിൽ IXX പഠിച്ചു, IYY പഠിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ IZZ ആണ് പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞ നമ്മൾ ഡിനോട്ട് ചെയ്യാറുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പൊ T ടോർഷൻ ആണ്, J എന്ന് പറഞ്ഞാൽ പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. ഇനി ടോ എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് ആണ്, ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് ആണ് ടോ എന്ന് പറയുന്നത്. റേഡിയസ് ഓഫ് ഷാഫ്റ്റ് ആണ് R എന്ന് പറയുന്നത്. G എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് റിജിഡിറ്റി ആണ്, ദാറ്റ് ഈസ് ഷിയർ സ്ട്രെസ് ഡിവൈഡ് ബൈ ഷിയർ സ്ട്രെയിൻ ആണ് മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറയുന്നത്. തീറ്റ എന്ന് പറയാൻ തൊട്ട് മുന്നേ പറഞ്ഞ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ആണ് തീറ്റ എന്ന് പറയുന്നത്. ലെങ്ത് ഓഫ് ദ ഷാഫ്റ്റ് ആണ് L കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് മറന്നു പോരുന്ന ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ്, എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ ആയിരിക്കും. ഇനി താഴെ റെഡ് ലെറ്ററിൽ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്, അതൊരു തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ടോർഷൻ സംഭവിക്കുമ്പോൾ ഒരു ബോഡിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഫീൽ ചെയ്യുന്നത് ഏത് ഏരിയയിലായിരിക്കും? ടോർഷൻ സംഭവിക്കുമ്പം ഒരു ബോഡിക്ക്, ഇതാണ് ആ ബോഡി എന്ന് കരുതിക്കോ, നിങ്ങളൊന്ന് ലോജിക്കലായിട്ട് ആൻസർ പറഞ്ഞാൽ, ഞാൻ ഈ ബോഡി പിടിച്ച് തിരിക്കുവാണ്, ഇതിനെ പിടിച്ച് അങ്ങോട്ടും ഇതിനെ പിടിച്ച് ഇങ്ങോട്ടും തിരിക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ഈ ബോഡിയിലെ ഏത് പോർഷൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഫീൽ ചെയ്യുന്നത്? സെന്ററിലാണോ അതല്ല പുറത്താണോ? എക്സ്ട്രീം എക്സ്ട്രീം ഏതാണെന്ന് എനിക്കറിയാം. എക്സ്ട്രീം ഇവിടെ കിടപ്പുണ്ട്. എക്സ്ട്രീം ഏതാണ്? സെന്റർ പോയിന്റ് ആണോ എക്സ്ട്രീം, അതോ സെന്റർ പോയിന്റ്? ഔട്ടറിലാണ്. ഔട്ടറല്ലേ പിടിച്ച് പിരിയുന്നത്. നമ്മുടെ നോക്കി, നമ്മുടെ തുണി, അത് തന്നെ ഏറ്റവും നല്ല എക്സാമ്പിൾ. ആ തുണി വെള്ളത്തിൽ മുക്കിയിട്ട് പിഴിയാൻ നേരത്തെ ഏറ്റവും കൂടുതൽ ട്വിസ്റ്റിംഗ് അനുഭവിക്കുന്നതിന്റെ ഔട്ടർ ഏരിയ ആണ്. അകമേ എന്ന് പറയുന്നത് പുറമേ തിരിഞ്ഞിരിഞ്ഞിരിഞ്ഞ് വന്ന ശേഷമേ ഉൾപാർട്ടിൽ എന്തെങ്കിലും സംഭവിക്കത്തുള്ളൂ. അപ്പൊ അതിന്റെ ഔട്ടർ ഏരിയക്കാണ് ഏറ്റവും കൂടുതൽ അതിനെ ബാധിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഫീൽ ചെയ്യുന്നതിന്റെ ഔട്ടർ ഏരിയക്കായിരിക്കും. ഈ ഔട്ടർ ഏരിയ ആണ് എക്സ്ട്രീം ഫൈബർ എന്ന് പറയുന്നത്. ഒരു SSCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ അതേപോലെ എടുത്തിട്ടിരിക്കുകയാണ്. ഷിയർ സ്ട്രെസ് ടോർഷനിൽ ഫീൽ ചെയ്യുന്ന എവിടെയാണ് മാക്സിമം ഫീൽ ചെയ്യുന്നത്? അതിന്റെ എക്സ്ട്രീം ഫൈബറിലായിരിക്കും. അതിന്റെ ഏറ്റവും ഔട്ട്സൈഡ് ഉള്ള എക്സ്ട്രീം ഫൈബറിലായിരിക്കും അതിന്റെ മാക്സിമം ഷിയർ സ്ട്രെസ് അതിന് ഫീൽ ചെയ്യുന്നുള്ള ഓർത്തിരിക്കുക. ഇനി ഇതാണ് ഈ പറയപ്പെടുന്ന ഇക്വേഷൻ. അത് ടേംസ് അങ്ങോട്ടേക്കും റീഅറേഞ്ച് ചെയ്തിട്ട് കുറെ കാര്യം നമ്മള് ആക്സിയൽ റിജിഡിറ്റി ഒക്കെ പഠിച്ചു ഓർമ്മയുണ്ടോ? ആക്സിയൽ സ്റ്റിഫ്നെസ്, ആക്സിയൽ റിജിഡിറ്റി ഒക്കെ പഠിച്ചതുപോലെ തന്നെ കുറച്ച് ടേംസ് ഈ T/J = τ/R = g⁻⁴L എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതിനകത്ത് ആദ്യത്തെ കാര്യം പോളാർ മോഡുലസ് എന്നൊരു ടേം ആദ്യം പറയാനുണ്ട്. പോളാർ മോഡുലസിന്റെ ഡിനോട്ട് ചെയ്യുന്ന അക്ഷരം ZP ആണ്. ദാറ്റ് ഈസ് ഈക്വൽ, ഇവിടെ നോക്കി തൊട്ട് മുന്നേ ഇക്വേഷൻ നോക്കി, ഈ കാണുന്ന 1, 2, 3 മൂന്ന് സെറ്റ് ഇക്വേഷൻ ഉണ്ട്. അതിനകത്ത് 1ഉം 2ഉം എടുക്കാം, 1ഉം 3ഉം എടുക്കാം, 2ഉം 3ഉം എടുക്കാം, 1ഉം 2 ഏതെങ്കിലും എടുക്കാം. അപ്പൊ ഈ ഇതിനെ സെറ്റ് പേരായിട്ട് എടുക്കും. ഇപ്പൊ എക്സാമ്പിൾ ഈ 2 ഇക്വേഷൻ മാത്രം അങ്ങോട്ട് ഞാൻ എടുക്കും. ഈ 2 ഇക്വേഷൻ മാത്രം എടുക്കുമ്പോഴത്തേക്ക് എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഞാൻ ഓരോ ടേം ഉണ്ടാക്കും. ആ ടേമിന് പറയപ്പെടുന്ന പേര് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്നാമത് പോളാർ മോഡുലസ് എന്ന് പറഞ്ഞ കാര്യമാണ്. പോളാർ മോഡുലസ് ഡിനോട്ട് ചെയ്യുന്ന ZP ആണ്. J/R നോക്കി, J/R എങ്ങനെയാണെന്ന് നോക്കി, 1ഉം 2ഉം ഇക്വേഷൻ അങ്ങോട്ട് കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് J/R അത് ടോ താഴെ കൊണ്ടുവരുമ്പോഴേ, അതായത് ടോർഷന്റെ T/ ഷിയർ സ്ട്രെസ് ടോ രണ്ട് ഒരിടത്ത് വരുമ്പോഴത്തേക്ക് പിന്നെ J/R എന്നാണ് ടേം വരുന്നത്. എഴുതി കാണിക്കണം. T/J = τ/R. ഇതിനൊന്ന് ക്രോസ് മൾട്ടി ചെയ്യുമ്പോൾ ഇത് മേലോട്ട് പോകും, ഇത് താഴോട്ട് ഇറങ്ങി വരും. അങ്ങനെ ആകുമ്പോൾ T/τ = J/R
ആർ. അത്രേ ഉള്ളൂ. ഇങ്ങനെ എഴുതിയിട്ട് അങ്ങനെ അങ്ങനെ ഓരോന്നിന് പേര് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ജെ ഡിവൈഡ് ബൈ ആർ എന്ന് പറയുന്ന പേര് പോളാർ മോഡുലസ് എന്നാണ്. പോളാർ മോഡുലസ് എന്താണെന്ന് ചോദിച്ചാൽ റേഷ്യോ ബിറ്റ്വീൻ പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ ടു ഇറ്റ്സ് റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ റേഡിയസ്. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ, ഒന്നാമത്തെ ഇക്വേഷൻ ആണ്. അപ്പം ജെ ബൈ ആർ ആണ് പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡിവൈഡ് ബൈ റേഡിയസ് ഓഫ് ദ ഷാഫ്റ്റ്. അതിന് പറയപ്പെടുന്ന പേര് പോളാർ മോഡുലസ് എന്നാണ്. എന്താണ് പോളാർ മോഡുലസിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോളാർ മോഡുലസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ്സ് എ മെഷർ ഓഫ് സ്ട്രെങ്ത് ഓഫ് ദ ഷാഫ്റ്റ്. ഷാഫ്റ്റിന്റെ സ്ട്രെങ്തിനെ മെഷർ ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണ് നമ്മൾ പറയപ്പെടുന്ന പോളാർ മോഡുലസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പോളാർ മോഡുലസ് ഇസ് ദ റേഷ്യോ ബിറ്റ്വീൻ ജെ ടു റേഡിയസ് ഓഫ് ദ ഷാഫ്റ്റ്. ഓർത്തിരിക്കുക, അത്ര മാത്രം പഠിച്ചാൽ മതി അതിനകത്ത് നിന്ന്. പോളാർ മോഡുലസ് ജെ ബൈ ആർ റേഷ്യോ ആണ്. ഇറ്റ്സ് എ മെഷർ ഓഫ് സ്ട്രെങ്ത് ഓഫ് ദ ഷാഫ്റ്റ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഫസ്റ്റ് കാര്യം കഴിഞ്ഞു. രണ്ടാമത്തെ ടൈം എന്ന് പറയുന്നത് ടോർഷണൽ റിജിഡിറ്റി ആൻഡ് സ്റ്റിഫ്നെസ്. രണ്ടാമത്തെ ടൈം അതാണ് ടോർഷണൽ റിജിഡിറ്റിയും സ്റ്റിഫ്നെസ്സും. അതിനകത്ത് പറയുന്ന ടോർഷണൽ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ എമൗണ്ട് ഓഫ് ടോർക്ക് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് എ യൂണിറ്റ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. ഒരു തീറ്റ, ഒരു യൂണിറ്റ്, അതായത് ഒരു യൂണിറ്റ് ഡിഫ്ലക്ഷൻ ഉണ്ടാവും, ഒരു യൂണിറ്റ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന ടോർക്കിന് പറയപ്പെടുന്ന പേരാണ് ടോർഷണൽ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇക്വേഷൻ നേരത്തെ പോലെ തന്നെ ഇക്വേഷൻ കമ്പയർ ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ പോലെ തന്നെ ഇവിടെ ഈ കാണുന്ന ഈ പെയർ ഓഫ് സെറ്റിന് ഇക്വേഷനകത്തുനിന്ന് ഇക്വേഷൻ കമ്പയർ ചെയ്ത് വരുമ്പോഴത്തേക്ക് ടി ബൈ ജെ ഈക്വൽ ടു ജി തീറ്റ ഡിവൈഡ് ബൈ എൽ എന്നൊരു ഇക്വേഷൻ വരും. എന്നിട്ട് അതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് വരുന്നത് ജി ഇൻറ്റു ജെ. ജി ഇൻറ്റു ജെക്ക് അറിയപ്പെടുന്ന പേരാണ് ടോർഷണൽ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. അതിനറിയപ്പെടുന്ന മറ്റൊരു പേര് ടോർഷണൽ റിജിഡിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ടോർഷണൽ റിജിഡിറ്റി എന്നൊരു പേരിലും അറിയപ്പെടാറുണ്ട് ജി ഇൻറ്റു ജെ. ജി എന്ന് പറയുന്നത് എന്താ? ജി എന്ന് പറയുന്നത് ഷിയർ മോഡുലസ് ആണ്. ജെ എന്ന് പറയുന്നത് പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ. അപ്പൊ ഇറ്റ്സ് എ പ്രൊഡക്റ്റ് ഓഫ് പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇൻറ്റു എന്താ ഷിയർ മോഡുലസ്. പറയപ്പെടുന്ന പേര് ടോർഷണൽ റിജിഡിറ്റി എന്നാണ്. അതിനൊരു യൂണിറ്റ് ഉണ്ട്, ന്യൂട്ടൺ mm² ആണ്. ഞാൻ ഇവിടെ ഈ സാധനം ഇട്ടിരിക്കുന്നതിന്റെ അർത്ഥം ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ബട്ട് ഇറ്റ്സ് എ യൂണിറ്റ് ഓഫ് ടോർഷണൽ റിജിഡിറ്റി. ന്യൂട്ടൺ mm² ആണ് അവിടുത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. ന്യൂട്ടൺ പറഞ്ഞ എഴുതിയത് ന്യൂട്ടൺ mm² ആണെന്ന് ഓർത്തിരിക്കുക. ടോർഷണൽ റിജിഡിറ്റി. ഇനി നമ്മളൊരു ഷാഫ്റ്റിന്റെ സ്ട്രെങ്തിനെ പറ്റിയാണ് ടോർഷനകത്ത് പഠിക്കുന്നത്. ടോർഷനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുകയൊക്കെയാണ് ഈ പറയപ്പെടുന്ന ഷാഫ്റ്റിന്റെ സ്ട്രെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടോർഷൻ കാണുന്ന ഇക്വേഷൻ ഫോർ എ ഹോളോ ഷാഫ്റ്റ്, ഒരു ഹോളോ ഷാഫ്റ്റിനകത്തുള്ള അല്ലെങ്കിൽ ഒരു സോളിഡ് ഷാഫ്റ്റിനകത്തുള്ള മാക്സിമം ടോർക്ക് കാണുന്ന ഇക്വേഷൻ ആണ്. ടോർക്ക് ടി ഈക്വൽ ടു പൈ ഡിവൈഡ് ബൈ 16 ഇൻറ്റു ടോ. ടോ എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് ആണ്. ഇൻറ്റു ഡി ക്യൂബ് എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ്. വളരെ 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 ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ്, വീണ്ടും വീണ്ടും പറയുന്നു, വളരെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യുന്ന പവറിന്റെ ഇക്വേഷൻ 2π × ഡിവൈഡ് ബൈ 60 ആണ്. അവിടെ ഒരു ടി ഉണ്ട്. ആ ടി കണ്ടുപിടിക്കുന്നത് ഓരോന്നിനും ഓരോ രീതിയിലാണ്. 2π × ഡിവൈഡ് ബൈ 60 എന്ന് പറയുന്ന സംഭവത്തിനകത്ത് ടി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് ഈ കാണുന്നത്. പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ പ്രോബ്ലംസ് ചോദിച്ചിട്ടുള്ള ഒരു മേഖലയാണ് ഈ പറയപ്പെടുന്ന സ്ട്രെങ്ത് ഓഫ് ഷാഫ്റ്റ് അല്ലെങ്കിൽ ടോർഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ്. അപ്പൊ അവിടെ വേണ്ടത് നിങ്ങൾ കയ്യിലിരിക്കുന്ന ഷാഫ്റ്റ് സോളിഡ് സർക്കുലർ ഷാഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കാണുന്ന ഇക്വേഷൻ ഇതാണ്. ഇനി ഹോളോ ആണെങ്കിൽ എന്തായിരിക്കും? ഹോളോ മീൻസ് ഇതിനകത്ത് ഒന്നുകൂടെ ഉണ്ട്, ഒരു സർക്കിൾ ഉണ്ട്. ഈ സർക്കിളിനെ ഡി എന്നും ഈ സർക്കിളിനെ ഡി എന്നും പേര് കൊടുത്താൽ, ഡയമീറ്റർ പേര് കൊടുത്താൽ ഇവിടുത്തെ ഇക്വേഷൻ എങ്ങനെ മാറും? പൈ ബൈ 16 ടോ ഇൻറ്റു പറഞ്ഞോ ഇത്രയേ ഉള്ളൂ സംഭവം. സോളിഡ് ഷാഫ്റ്റും ഹോളോ ഷാഫ്റ്റും. ഹോളോ ഷാഫ്റ്റിൽ 2 ഡയമീറ്റർ കാണും, സോളിഡിന് ഒരു ഡയമീറ്റർ കാണത്തുള്ളൂ. ഇവിടെ വരുമ്പോഴത്തേക്ക് d⁴ ആയിട്ട് മാറുക. ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 4 ആയിട്ട് മാറും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. ഹോളോ ഷാഫ്റ്റും സോളിഡ് ഷാഫ്റ്റും ഇവിടെ d⁴ മൈനസ് d⁴ ആണെന്നുള്ള ഓർത്തിരിക്കുക. ഓക്കെ, ഇനി പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ പറഞ്ഞ കാര്യമാണ്. IZ എന്ന ടൈമിലാണ് ഡിനോട്ട് ചെയ്യാറുള്ളത്. സം ഓഫ് IX പ്ലസ് IYY എന്നൊക്കെ നമ്മൾ ഓൾറെഡി മെക്കാനിക്സ് പറഞ്ഞപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയതാണ്. ഇതുകൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ജെ കാണുന്ന ഫോർമുല ഓർത്ത് വെച്ചിരിക്കുക. അത് ഓൾറെഡി ഞാൻ പറഞ്ഞതുകൊണ്ട് ഇനി അത് വെച്ച് നീട്ടി വലിച്ചുകൊണ്ട് പോകുന്നില്ല. ഈ പവർ ട്രാൻസ്മിറ്റഡ് ഇക്വേഷൻ നമ്മൾ നേരത്തെ കുറെ നേരം കൊണ്ട് പ്രോബ്ലംസ് വരുമെന്ന് പറഞ്ഞ കാര്യമാണ്. പവർ P ഈക്വൽ ടു 2π × ഡിവൈഡ് ബൈ 60. ഇതാണ് പവറിന്റെ ഇക്വേഷൻ. N എന്ന് പറയുന്നത് എന്താ റൊട്ടേഷൻ ഇൻ RPM ആണ്, അതായത് ഷാഫ്റ്റിന്റെ റൊട്ടേഷൻ ആണ്. അത് ക്വസ്റ്റിനകത്ത് RPM തന്നെ ആയിരിക്കും മിക്കവാറും തരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് RPM മാറ്റാൻ നോക്കും. ഹെഡ്സിലൊക്കെ തന്ന RPM മാറ്റാം. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. അപ്പൊ ഈ പവറിന്റെ ഇക്വേഷൻ P ഈക്വൽ ടു 2π × 60. ഇത്
ടോർഷന്റെ പോർഷനിൽ നിന്ന് ചോദിക്കാൻ മോസ്റ്റ് പ്രോബബ്ലി ചാൻസ് ഉള്ള ഒരു മേഖലയാണ് ടോർഷന്റെ പ്രോബ്ലംസ്. പവർ ട്രാൻസ്മിറ്റഡ് ത്രൂ എ ഷാഫ്റ്റ് ആണ് ഇതിന്റെ ടോപ്പിക് പേരെന്ന് പറയുന്നത്. അതിന്റെ ഇക്വേഷൻ വരുന്നത് പവർ 2πnt/60 ആണ്. n എന്ന് പറഞ്ഞാൽ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് ആണ് n എന്ന് പറയുന്നത്. ഇനി t എന്ന് പറയുന്ന അവിടുത്തെ ടോർഷന്റെ ഇക്വേഷൻ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A shaft of 60 mm diameter rotates at 180 rpm. If permissible shear stress is 100 megapascal, the torque is. ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കി. ചെയ്തു തന്നിരിക്കുന്ന ടൈം ഏതൊക്കെയാണെന്ന് അത് നോക്ക്. ഡയമീറ്റർ ഡി എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഡയമീറ്റർ ഡി എത്ര? 60 mm. ഡയമീറ്റർ ഡി 60 mm കിട്ടി. 180 RPM എന്ന് പറയുന്നത് അതിന്റെ n ആണ്. 180 RPM എന്ന് പറയുന്നത് 180 RPM. പിന്നെ ഷിയർ സ്ട്രെസ് ടോ ഈക്വൽ ടു 100 മെഗാപാസ്കൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ടോർക്ക് ആണ് വേണ്ടത്. ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും? കാണുന്നുണ്ടോ സ്ക്രീൻ? ഏത് ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്? 5/16 ടോ ഇൻറ്റു ഡി ക്യൂബ്. ഡി തന്നിട്ടുണ്ടോ? ഉണ്ട്. 60 mm തന്നിട്ടുണ്ട്. ഇനി ടോ തന്നിട്ടുണ്ടോ? 100 എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറൊന്നും നമുക്ക് വേണ്ട. പൈ വേണ്ട, 16 വേണ്ട, വേറൊന്നും വേണ്ട. ചെയ്തിട്ട് ആൻസർ പറഞ്ഞാൽ മാത്രം മതി. അവിടെ എന്നൊക്കെ തന്നിരിക്കുന്നുണ്ട്, കൺഫ്യൂഷൻ അടിക്കാൻ നിൽക്കണ്ട. എന്നെ നമുക്ക് വേണ്ടതല്ല. ആ സ്ക്രീനിലോട്ട് നോക്കി, എവിടെ കിടപ്പുണ്ട് ആൻസറെ? 60 mm ആണ് ഡയമീറ്റർ. n 180 RPM ആണ്. ഈ 100 മെഗാപാസ്കൽ ആണ്. ഈ n നമുക്ക് വേണ്ട ഇതിനകത്ത്. n നമ്മൾ എഴുതുന്നേ ഉള്ളൂ. ഇനി കണ്ടുപിടിക്കേണ്ടത് ടോർക്ക് ആണ്. ടോർക്ക് ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. π/16 ടോ ഇൻറ്റു ഡി ക്യൂബ്. ഇതാണ് അതിന്റെ ഫോർമുല വരുന്നത്. π/16 ഇൻറ്റു ടോ എന്ന് പറഞ്ഞാൽ 100 ആണ്. ഡി ക്യൂബ് എന്ന് പറഞ്ഞാൽ 60ന്റെ ക്യൂബ് ആണ്. ചെയ്ത് വരുമ്പോഴത്തേക്ക് 4240 ന്യൂട്ടൺ ഇൻറ്റു ന്യൂട്ടൺ mm എന്ന് വരും. കിട്ടുന്നുണ്ടോ? ഓക്കെ, നമുക്ക് അടുത്തോട്ട് പോവാം. ഇനി പ്യുവർ ടോർഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. പ്യുവർ ടോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡി പ്യുവർ ടോർഷനിലാണ്, അതായത് ഒരു മെമ്പർ, സ്ട്രക്ചറൽ മെമ്പർ പ്യുവർ ടോർഷനിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഷിയർ ഫോഴ്സ് ഇല്ല, ബെൻഡിങ് മൊമെന്റ് ഇല്ല, അല്ലെ ആക്സിയൽ ഫോഴ്സസ് ഒന്നുമില്ല. പ്യുവർലി ടോർഷണൽ മൊമെന്റ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഇതാണ് പ്യുവർ ടോർഷന്റെ കൺസെപ്റ്റ്. ഇങ്ങനൊരു കൺസെപ്റ്റ് തിയററ്റിക്കലി മാത്രമേ ഉള്ളൂ. പ്രാക്ടിക്കലി ഇങ്ങനെ പ്യുവർ ടോർഷന്റെ കൺസെപ്റ്റ് ഇല്ല. പുറത്തിരിക്കാൻ പ്യുവർ ടോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചറൽ മെമ്പർ പ്യുവർ ടോർഷനിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അല്ലെ അതിന്റെ ക്രോസ് സെക്ഷനകത്ത് ടോർഷണൽ മൊമെന്റ്സ് മാത്രമേ കാണത്തുള്ളൂ. അതിനകത്ത് ഷിയർ ഫോഴ്സ് കാണത്തില്ല, ബെൻഡിങ് മൊമെന്റ് കാണത്തില്ല, ആക്സിയൽ ഫോഴ്സസ് കാണത്തില്ല, മറ്റൊരു വിധമായ കാര്യങ്ങളും കാണത്തില്ല. ഒൺലി ടോർഷണൽ മൊമെന്റ് മാത്രമേ കാണത്തുള്ളൂ. അതിനെയാണ് പ്യുവർ ടോർഷൻ എന്ന് പറയുന്നത്. ഓർത്തിരിക്കേണ്ട കാര്യം, ഇറ്റ് ഈസ് എ ഹൈപ്പോത്തിസിസ്. പ്രാക്ടിക്കൽ കേസിൽ ഒരു മെമ്പറൈനകത്ത് ഒരിക്കലും പ്യുവർ ടോർഷൻ മാത്രമായിട്ട് സംഭവിക്കത്തില്ല. ഓക്കെ ആണല്ലോ? പ്യുവർ ടോർഷന്റെ കാര്യം ഓർത്തിരിക്കുക. ഒൺലി ആംഗുലാർ മൊമെന്റ്സ് അല്ലെങ്കിൽ ആംഗുലാർ അല്ല ടോർഷണൽ മൊമെന്റ്സ് മാത്രം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിനോട് തിരിച്ചു വരാം. ഫസ്റ്റ് വൺ ക്വസ്റ്റ്യൻ വായിച്ചോ. പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പഴയ ക്വസ്റ്റ്യൻ മുതൽ വീണ്ടും ഇടുന്നത് കേട്ടോ. ഒരു കാര്യം പ്രത്യേകം പറയണം, നോട്ട് എഴുതുന്ന ശീലമുള്ളവരാണെങ്കിൽ നമ്മൾ പഠിച്ച ടഫ്നെസ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ പ്രോപ്പർട്ടി പഠിച്ച മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസിൽ ടഫ്നെസ് എടുക്കുക. ടഫ്നെസ്സിനകത്ത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയി.
ടഫ്നെസ് മെഷർ ചെയ്യുന്ന എക്സ്പെരിമെന്റ്സിന്റെ പേര് എന്തൊക്കെയാണ്? ടഫ്നെസ് മെഷർ ചെയ്യുന്ന എക്സ്പെരിമെന്റിന്റെ പേര് എന്തൊക്കെയാണ്? ലാബ് ചെയ്യുന്നതോ? ഇമ്പാക്ട്. ഇമ്പാക്ട് ആണ്. അതിന്റെ രണ്ട് പേരുണ്ട്, ഫേമസ് രണ്ട് പേരുകളുണ്ട്. ഐ വെച്ച് തുടങ്ങുന്നതും സി വെച്ച് തുടങ്ങുന്ന രണ്ട് ചാർപിയും ഐസോഡും കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ചാർപിയും ഐസോഡുമാണ് നമ്മൾ ടഫ്നെസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് എക്സ്പെരിമെന്റ്സ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് അവിടെ പറയാൻ വിട്ടുപോയ കാര്യമാണ്. ഓക്കെ, എങ്കിൽ സ്ട്രെങ്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു അബ്സോർബ് എനർജി ടിൽ ഇലാസ്റ്റിക് ലിമിറ്റ് ഈസ് നോൺ ആസ് റെസിലിയൻസ്. പഴയ കാര്യങ്ങളൊന്ന് ബ്രഷ് അപ്പ് ചെയ്യാൻ വേണ്ടിയാണ് വീണ്ടും സാധനം എടുത്തിരുന്നത്. ഏത് ആൻസർ വരുന്നത്? റെസിലിയൻസ് ആണ്. റെസിലിയൻസ് ആണ്, മാറിപ്പോകരുത് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ നോട്ട് ചെയ്യണ്ട, ഇടയ്ക്ക് നടത്ത ക്വസ്റ്റ്യൻ ആണ്. ദ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു അബ്സോർബ് എനർജി ടിൽ ദ ബ്രേക്കിംഗ് പോയിന്റ് ഓർ റപ്ചർ ഈസ് കോൾഡ്. പൊട്ടിപ്പോകുന്നതിന് തൊട്ട് മുന്നേ അല്ലെ, പൊട്ടിപ്പോകുന്ന വരെ ഉള്ള ഇന്നലെയൊക്കെ പഠിച്ച കാര്യമാണ്. ഒരു ഗ്രാഫ് വരച്ചിട്ട് ഗ്രാഫിന് ആദ്യം സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് പറഞ്ഞു, അത് ഇലാസ്റ്റിക് ലിമിറ്റ് വരെ ആണെങ്കിൽ ആ ഗ്രാഫിന് അണ്ടർ വരുന്നതിന് പറയുന്ന വേറൊരു പേരാണ്. ഇനി അത് റപ്ചർ പോയിന്റ് വരെ ആണെങ്കിൽ പറയപ്പെടുന്ന പേര് വേറൊരു പേരാണ്. പൊട്ടിപ്പോകുന്ന തൊട്ട് മുന്നേ വരെ അതിനെ സ്റ്റോർ ചെയ്യുന്നതിന് പറയപ്പെടുന്ന ഒരു പേരുണ്ട്. പെർ യൂണിറ്റ് വോളിയം ആണെങ്കിൽ മോഡുലസ് ചേർത്താ പറയുന്നത്. ടഫ്നെസ്, മോഡുലസ് ഓഫ് ടഫ്നെസ് പഠിച്ചപ്പോൾ ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഓർത്ത് നോക്കി, ഇന്നലത്തെ ക്ലാസ്സിലോട്ട് ഓർത്ത് നോക്കി. മോഡുലസ് ഓഫ് ടഫ്നെസ് പഠിച്ചപ്പോഴത്തേക്ക് ഗ്രാഫ് ഏകദേശം ഇങ്ങനെ കിടന്നതാണ്. ഞാൻ പറഞ്ഞു ഇത് ബ്രേക്കിംഗ് പോയിന്റ് ആണ്. ബ്രേക്കിംഗ് പോയിന്റ് തൊട്ട് മുന്നേ വരെയുള്ള എനർജി അബ്സോർബ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇത് വരച്ചിട്ട് ഈ ഗ്രാഫ് കാണുന്ന നമുക്ക് മോഡുലസ് ഓഫ് ടഫ്നെസ് ആണ് എന്നുള്ളത് പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ? അപ്പൊ ഈ മോഡുലസ് ഓഫ് ടഫ്നെസ് എന്ന് പറയുന്നത് പെർ യൂണിറ്റ് വോളിയത്തിന്റെ ടൈമിൽ പറയുന്നതാണ്. അപ്പം അതില്ലാത്ത രീതിയിൽ പറയുവാണെങ്കിൽ ടഫ്നെസ് ആണ്. റപ്ചർ പോയിന്റ് വരെയുള്ള എനർജി അബ്സോർബ് ചെയ്യുന്നത് റെസിലിയൻസ് അല്ല, പകരം ടഫ്നെസ് ആണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചേക്കുക. നമ്പർ ഓഫ് ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് ഫോർ ഐസോട്രോപിക്, ഇതൊക്കെ പഴയ ക്വസ്റ്റ്യൻസ് ആട്ടോ. ഇത് കേരള PSC അല്ലെങ്കിൽ SSCയുടെ ആയിരിക്കും, അല്ലെങ്കിൽ RRBയുടെ ആയിരിക്കും. എന്തായാലും എഞ്ചിനീയറിംഗിന്റെ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ പറയപ്പെടുന്ന ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് കൂടുതൽ. ടോട്ടൽ നമ്പർ ഓഫ് ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് ഇൻ ഐസോട്രോപിക് മെറ്റീരിയൽ 4. ഗസ് അടിക്കരുത്. 4 ആണോ? 4 നിങ്ങൾ പറഞ്ഞോണ്ട് മാർക്ക് ചെയ്തേ. 4 അല്ല ആൻസർ. നോട്ട് ഉണ്ടെങ്കിൽ പഴയ നോട്ട് എടുത്തേ. 2 ആണ്. 2. ആ ബോക്സിനകത്ത് ഒരു 3 കാര്യങ്ങൾ വരുന്ന ബോക്സ് ഉണ്ട്. ആ ബോക്സ് എടുത്ത് നോക്കി. എന്റെ അറിവിൽ 2 എന്നാണ് ആൻസർ. ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് ഐസോട്രോപിക് മെറ്റീരിയൽ 2 ആണെന്നാണ് എന്റെ വിശ്വാസം. 2 ആണ്. അത് യങ്സ് മോഡുലസും പോയ്സൺസ് റേഷ്യോ എങ്ങാണ്ടാണെന്നാണ് എന്റെ പഴയൊരു ഓർമ്മ. 2 ആണ്. അത് ഏതാണെന്ന് ചോദിക്കത്തൊന്നുമില്ല കേട്ടോ. 2 ആണ് ആൻസർ. ഐസോട്രോപിക് മെറ്റീരിയൽസിനകത്തുള്ള ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് 2 ആണ്. സംശയമുള്ളവർ നോട്ടൊന്ന് എടുത്ത് നോക്കിയാൽ മതി. സാറ് 4 അല്ലേ പറഞ്ഞേ? 4 ആണോ പറഞ്ഞേ? ഞാൻ ഇപ്പൊ നോട്ട് അയക്കുമ്പോൾ അത് കറക്റ്റ് ചെയ്ത് പറഞ്ഞുതരാം. ഏതാണെന്ന് കറക്റ്റ്. എന്റെ ഓർമ്മ ഞാൻ എഴുതി വെച്ചിട്ടില്ല. എന്റെ അറിവിൽ 2 ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ 2. രണ്ടാണോ? ഇൻഡിപെൻഡന്റ് ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് ആണെങ്കിൽ 2. ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് 4. വെറും ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് ആണെങ്കിൽ 4. ഞാൻ നോക്കിയിട്ട് അത് ആൻസർ കീ ഇടുമ്പോഴത്തേക്ക് കറക്റ്റ് ചെയ്തിട്ടേ കേട്ടോ. അതിനകത്ത് ഒരു ഡൗട്ട് ഉണ്ട്. യങ്സ് മോഡുലസും പോയ്സൺസ് റേഷ്യോ ആണെന്നാണ് എന്റെ ഒരു ഓർമ്മ. നോക്കട്ടെ. എന്തായാലും ഇപ്പം നോട്ട് അയക്കുമ്പോൾ അതിനകത്ത് ഇവിടെ താഴെ എഴുതിക്കോളാം, എഴുതിത്തരാം. ഇനി ക്രീപ്പ് ഓഫ് എ മെറ്റീരിയൽ ഈസ് continued deformation. ഏതാ? Option D. ഓപ്ഷൻ ഡി. കണ്ടിന്യൂഡ് ഡീഫോർമേഷൻ വിത്ത് ടൈം അണ്ടർ സസ്റ്റൈൻ ലോഡിംഗ്, അല്ലെങ്കിൽ സ്ലോ ആൻഡ് പ്രോഗ്രസീവ് ഡീഫോർമേഷൻ അണ്ടർ സ്റ്റാറ്റിക് ലോഡ്, അല്ലെങ്കിൽ അണ്ടർ ലോഡിംഗ് എന്ന് പറഞ്ഞാലും മതി. ബ്രണൽ ഹാർഡ്നസ് ടെസ്റ്റില് നമ്മൾ ഉപയോഗിക്കുന്ന ഇന്റൻഡർ എന്ന് പറഞ്ഞാൽ ബ്രണലിനകത്ത് നമ്മളൊരു പാട് വീഴ്ത്തുക, നമ്മുടെ മെറ്റീരിയലിനകത്ത് ഒരു ചെറിയ പാട് വീഴ്ത്തുക ചെയ്യുന്നത്. അതായത് ഇതിനകത്തൊരു സാധനം വെച്ചിട്ട് ഒരു പാട് വീഴും, ഒരു ഇൻഡന്റേഷൻ ഉണ്ടാക്കും. അല്ലെങ്കിൽ ആ ഇൻഡന്റേഷൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ബോൾ മേഡ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്താണ്? ഡയമണ്ട് അല്ല. ഡയമണ്ട് മിക്കേഴ്സിലാണ്. മിക്കേഴ്സിലും പിന്നെ വേറെ ഒന്നും ഉണ്ടായിരുന്നല്ലോ.
ഏതാ? റോക്ക്വെൽ. സ്റ്റീൽ ബാർ. ഏതാണ്? ഓണാണെന്ന് തോന്നുന്നു. ഹാർഡ് സ്റ്റീൽ ബോൾ ആണ്. ഒരു മിനിറ്റ്. അതെ, ഹാർഡ് സ്റ്റീൽ ബോൾ ആണ് ആൻസർ. മറ്റേനകത്ത് വിക്കേഴ്സിനകത്തും പിന്നെ നമ്മളെ റോക്ക്വെല്ലിനകത്തും ഇത് രണ്ടെണ്ണത്തിനകത്താണ് ഡയമണ്ട് ഉപയോഗിക്കുന്നത്. ഡയമണ്ട് എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് ഇതിനകത്ത് രണ്ടെണ്ണത്തിനകത്താണ്. രണ്ടിടത്തും ഓരോ ആംഗിൾസ് ഉണ്ട്. രണ്ടിടത്തും ഓരോ ആംഗിൾസും പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞിടത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്, ജസ്റ്റ് നോക്കിയാൽ മതി. ഈ ബ്രണൽ ഹാർഡ്നസ് ടെസ്റ്റിനകത്ത് ഞാൻ അങ്ങനെ ഒരു മെറ്റീരിയലിന്റെ പേര് പറഞ്ഞിട്ടില്ലായിരുന്നു. മെറ്റീരിയൽ ഹാർഡ് സ്റ്റീൽ ബോൾ ഉപയോഗിച്ചിട്ടാണ് അവിടെ ഇൻഡന്റേഷൻ ഉണ്ടാക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ബ്രണൽ ഹാർഡ്നസ് ടെസ്റ്റിനകത്ത്. ഇനി പെർസെന്റേജ് ഇൻക്രീസ് ഓഫ് കാർബൺ ഇൻ സ്റ്റീൽ വിച്ച് ഡിക്രീസസ് ഇറ്റ്സ്. നമ്മൾ ഒരു മെറ്റീരിയലിനകത്ത് കാർബൺ കണ്ടന്റ് കൂടുന്നതനുസരിച്ച് അതിന്റെ ഏതൊരു പ്രോപ്പർട്ടി കുറഞ്ഞുകൊണ്ടിരിക്കും. ഡക്ടിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. കാർബൺ കണ്ടന്റ് കൂടുന്നതനുസരിച്ച് ഡക്ടിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതിന്റെ ആൻസർ വരുന്നത് ബി, ഡക്ടിലിറ്റി ആണ്. പെർസെന്റേജ് ഇൻക്രീസ് ഓഫ് കാർബൺ ഇൻ സ്റ്റീൽ ഡിക്രീസസ് ഇറ്റ്സ് ഡക്ടിലിറ്റി. ഡക്ടിൽ പ്രോപ്പർട്ടി ആണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി യങ്സ് മോഡുലസ് ടു മോഡുലസ് ഓഫ് റിജിഡിറ്റി കണ്ടുപിടിക്കണം. യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ ഇ ആണ്, ടു മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ ജി ആണ്. ഈ റേഷ്യോ കണ്ടുപിടിക്കണം. ഫോർ എ മെറ്റീരിയൽ ഹാവിംഗ് പോയിസൺസ് റേഷ്യോ 0.2 എങ്ങനെ കണ്ടുപിടിക്കും? ഇലാസ്റ്റിക് കോൺസ്റ്റൻസിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇത്. ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ പോകണം. E is equal to 2g into 1 plus mu. 2g into 1 plus mu. 2g into 1 plus mu. കറക്റ്റ് ആണ്. അവിടുന്ന് ഇ ബൈ ജി റേഷ്യോ ഇതിനെ താഴെ കൊണ്ടുവന്നാൽ മാത്രം മതി. ഇ ബൈ ജി റേഷ്യോ എടുത്താൽ ബാക്കി വരുന്നത് 2 into 1 plus mu എന്ന് വരും. ഇപ്പം തന്നെ ആൻസർ കിട്ടുമല്ലോ, ഒരു കാൽക്കുലേറ്റർ വേണ്ട. 2.4 ആണ് ആൻസർ. കൺസെപ്റ്റ് പഠിച്ചിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഗുപ്ത ടെക്സ്റ്റ് ഉണ്ടോ? ഗുപ്തൻ ഗുപ്തക്കകത്തൊക്കെ നല്ല ക്വസ്റ്റ്യൻസ് കുറെ കിടപ്പുണ്ട് കേട്ടോ. അതിനകത്താണ് കുറെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. മറ്റേ പുറമേക്കാട്ടെ കുറച്ചുകൂടെ ബെറ്റർ ആണ് പറയുന്നത് ഗുപ്തൻ ഗുപ്ത. പക്ഷെ ഗുപ്തൻ ഗുപ്തക്കകത്ത് തിയറിയും കാര്യങ്ങളും ഒന്നുമില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ആയിരിക്കത്തില്ല. അതുകൊണ്ട് കൺസെപ്റ്റ് അറിയത്തില്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പാടുപെടും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. 1-2 കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമുക്ക് ഇനി അടുത്തായിട്ട് പഠിക്കേണ്ട ബീമിനെ പറ്റിയാണ്. ബീം 10 മിനിറ്റ് ഇരിക്കാതില്ലയോ? 22:09 ആയതേ ഉള്ളൂ, 10:09 ആയതേ ഉള്ളൂ. ഓക്കെ, 10 മിനിറ്റ് നമുക്ക് നിർത്താം. ബേസിക് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ ബീമിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇതാണ് ബീം. നമുക്ക് ഇനി പഠിക്കേണ്ടത് ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും ആണ്. ഷിയർ ഫോഴ്സോ ബെൻഡിങ് മൊമെന്റോ വരയ്ക്കാനൊന്നും പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ആകെ അറിയേണ്ടത് ബെൻഡിങ് മൊമെന്റിനകത്തുള്ള ഷേപ്പുകളെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഒരു കാന്റിലിവർ ബീമിനകത്ത് ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ സംബന്ധിച്ചും ആ ഡിഫ്ലക്ഷൻ ഇക്വേഷനും അതിന്റെ ഷേപ്പുകളും കാര്യങ്ങളും മാത്രം പഠിച്ചാൽ ഒരിക്കലും നമുക്ക് ഇത് വരയ്ക്കാനൊന്നും ചോദിക്കത്തില്ല. അറിയാമല്ലോ, നിങ്ങൾ എക്സാം എഴുതുന്നവരാണല്ലോ. ഗ്രാഫിക്കലി ഫിഗർ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് കേരള PS ചോദിക്കാറില്ല. പടം തന്നിട്ട് ഐഡന്റിഫൈ ദിസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊന്നും വരാറില്ല. പിന്നെ ചോദിക്കാൻ പറ്റുന്നത് ഷിയർ ഫോഴ്സിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? ഷിയർ ഫോഴ്സ് ഡയഗ്രാം പരാബോളിക് ആണോ, റെക്ടാംഗിൾ ആണോ, പ്ലെയിൻ ആണോ, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻസ് ആണോ? അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പറയപ്പെടുന്ന ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. നമുക്ക് ആദ്യം ഈ പറയപ്പെടുന്ന ബീം എന്ന് പറഞ്ഞാൽ എന്താണ്? ബീം ഒരു വെർട്ടിക്കൽ ലോഡുകളെ താങ്ങാൻ കപ്പാസിറ്റി ഉള്ള ഒരു വസ്തുവാണ് ഈ പറയപ്പെടുന്ന ബീം എന്ന് പറയുന്നത്. ഒരു വെർട്ടിക്കലി ട്രാൻസ്വേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ലോഡുകളെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് ബീം എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ഫിഗർ കൊണ്ട് നിങ്ങൾക്ക് ബീം അറിയുന്ന സിവിൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് ബീമിനെ പറ്റി വ്യക്തമായിട്ട് അറിയായിരിക്കും. ബീം ഈസ് എ സ്ട്രക്ചറൽ മെമ്പർ സബ്ജക്ട് ടു ട്രാൻസ്വേഴ്സ് ലോഡ്. അതായത് നമ്മൾ ഈ പറയപ്പെടുന്ന 90 ഡിഗ്രിയിലായിരിക്കും ലോഡിങ് കൂടുതലും സംഭവിക്കുന്നത് ബീമിനകത്ത്. ഇനി ഇതിനകത്ത് പറയേണ്ട 1-2 കാര്യങ്ങൾ ടൈപ്പ് ഓഫ് സപ്പോർട്ടിനെ സംബന്ധിച്ചാണ്. ബീമിന് നമ്മൾ സപ്പോർട്ട് കൊടുക്കാറുണ്ട്, സിംപ്ലി സപ്പോർട്ടഡ് ബീം അല്ലെങ്കിൽ അങ്ങനെ കുറെ പറയാറുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു സപ്പോർട്ടിനെ പറ്റി പറയാം. ആദ്യമായിട്ടുള്ളത് പിന്നീട് സപ്പോർട്ട് എന്ന് പറയും, അല്ലെങ്കിൽ ഹിഞ്ചഡ് സപ്പോർട്ട് എന്ന് പറയും. പിന്ന് അല്ലെങ്കിൽ ഹിഞ്ചഡ് എന്ന് പറയുന്ന ഒന്ന് തന്നെയാണ്. പിന്നീട് അല്ലെങ്കിൽ ഹിഞ്ചഡ് സപ്പോർട്ട് എന്നൊരു സപ്പോർട്ട് ഉണ്ട്. പിന്നെ വരുന്നത് റോളർ സപ്പോർട്ട് ഉണ്ട്, ഫിക്സഡ് സപ്പോർട്ട് ഉണ്ട്. ഇതാണ് 3 സപ്പോർട്ടുകൾ മെയിൻ ആയിട്ട് വരുന്നത്. അതിനകത്ത് തന്നെ
പ്രത്യേകതകളുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ ഹിഞ്ചഡ് സപ്പോർട്ടിന്റെ കാര്യം ഓരോന്നോരോന്നായിട്ട് പോവാം. ഈ പടം കുറച്ചുകൂടെ ഒരു കൺഫ്യൂഷൻ, ഇത് ഞാൻ നോട്ടിൽ ഇടുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യമുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്നത് മൊമെന്റ് 0 എന്നാണ് കേട്ടോ. മൊമെന്റ് 0 എന്ന് പറഞ്ഞാൽ ഇവിടെ മൊമെന്റ് ഇല്ല എന്നാണ് അർത്ഥം. അവിടെ വരച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് അവിടെ മൊമെന്റ് ഉണ്ടെന്ന് കരുതി വെക്കരുത്. മൊമെന്റ് 0 എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഇല്ല എന്നാണ് അർത്ഥം. ഇവിടെ നോക്കിയേ, ഇവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സ് 0 എന്ന് എഴുതിയിരിക്കുകയാണ്. പടം എല്ലാം വരച്ചു കൊടുത്തിട്ടുണ്ട്, 0 എന്ന് എഴുതിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് അതിന്റെ അർത്ഥം അവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇല്ല, ഹൊറിസോണ്ടൽ കമ്പോണന്റ് എടുക്കാറില്ല എന്നാണ് അർത്ഥം. ഇവിടെ മൊമെന്റ് 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് അവിടെ മൊമെന്റ് ഇല്ല എന്നാണ് അർത്ഥം. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. നോട്ടിനകത്ത് കിടക്കുന്നുണ്ട്, ആ പടത്തിലുള്ളത് കൊണ്ട് ഉണ്ടെന്നല്ല അർത്ഥം. ഇതിനൊക്കെ വാല്യൂ 0 എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്. നോട്ട് എടുത്ത് പഠിക്കുമ്പോൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ടൈപ്പ് ഓഫ് സപ്പോർട്ട്, ഹിഞ്ച് സപ്പോർട്ട്. ഹിഞ്ച് സപ്പോർട്ടിനകത്ത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, 2 റിയാക്ഷൻസ് ആണ് ഹിഞ്ച് സപ്പോർട്ട്സിൽ ഉണ്ടാവുന്നത്. ഒരു വെർട്ടിക്കൽ റിയാക്ഷനും ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷനുമാണ് അവിടെ ഉള്ളത്. ഒന്ന് ഹൊറിസോണ്ടലും ഒന്ന് വെർട്ടിക്കൽ റിയാക്ഷനുമാണ് ഉണ്ടാവുന്നത്. അപ്പം RH-ഉം R എന്താ R അല്ലല്ലോ, നമ്മൾ കൊടുക്കുന്ന അക്ഷരം എന്താ സാധാരണ F അല്ലേ കൊടുക്കുന്നത്? FH-ഉം RV എന്നാലും മതി, കുഴപ്പമില്ല. RV ആയാലും കുഴപ്പമില്ല. RV വെർട്ടിക്കലും ഉണ്ട്, ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഉണ്ടാവും. ഈ പറയപ്പെടുന്ന ഹിഞ്ചഡ് സപ്പോർട്ടിന്റെ പ്രത്യേകത 2 റിയാക്ഷൻ ഫോഴ്സ് കാണും, അല്ലെങ്കിൽ 2 ഫോഴ്സ് കാണും. ഒന്ന് ഹൊറിസോണ്ടൽ ഫോഴ്സ് കാണും, അതിന് ഒരു എന്താ നോർമൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് കാണും, അല്ലെങ്കിൽ ഒരു വെർട്ടിക്കൽ കമ്പോണന്റ് ഉണ്ടാവും. വെർട്ടിക്കലും ഉണ്ടാവും, ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഉണ്ടാവും. അതിന് ഓർത്തിരിക്കുന്ന കാര്യം, ഒരു ഹിഞ്ചഡ് സപ്പോർട്ടിനകത്ത് ഡിഗ്രി ഓഫ് ഫ്രീഡം 1 ആയിരിക്കും. ഹിഞ്ചഡ് സപ്പോർട്ടിന്റെ എക്സാമ്പിൾ ഒന്ന് പറയാവോ? ഡോറിനകത്ത് വെച്ചിരിക്കുന്ന സാധനത്തിന് പറയപ്പെടുന്ന പേര് വിജാവരിക്ക് പറയുന്നവർ ഹിഞ്ചസ് എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് അതിനുള്ള മൂവ്മെന്റ്, ആ ഹിഞ്ചിങ് മൂവ്മെന്റ്, ആ ഒരൊറ്റ ഡിഗ്രി ഓഫ് ഫ്രീഡം മാത്രമേ ഈ പറയപ്പെടുന്ന മെറ്റീരിയൽസിന് കാണത്തുള്ളൂ. അത് വെച്ച് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പം ഹിഞ്ചഡ് അല്ലെങ്കിൽ പിന്നഡ് സപ്പോർട്ട് എന്ന് പറയും. അതിന് 2 റിയാക്ഷൻസ് ആണ് ഉണ്ടാവുന്നത്. ഒന്ന് വെർട്ടിക്കലും ഒന്ന് ഹൊറിസോണ്ടലും ആയിരിക്കും. ഡിഗ്രി ഓഫ് ഫ്രീഡം 1 ആയിരിക്കും. എക്സാമ്പിൾ എന്ന് പറയുന്നത് വീടിന്റെ ഡോറുകളായിരിക്കും. രണ്ടാമത് ഫിക്സഡ് സപ്പോർട്ടാണ്. ഫിക്സഡ് സപ്പോർട്ടിന്റെ പ്രത്യേകത ഈ പടം വെച്ച് പറഞ്ഞുതരാം. ഫിക്സഡ് സപ്പോർട്ട് ഇവിടെ കിടപ്പുണ്ട്. അതിന് 2 റിയാക്ഷൻസ് കാണും. ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റും കാണും, ഒരു വെർട്ടിക്കൽ കമ്പോണന്റും കാണും. കൂടാതെ അതിനൊരു മൊമെന്റും കാണും. ഫിഗർ നോക്കിയോ, ഈ ബ്ലൂ ലൈൻ കാണുന്ന ഹൊറിസോണ്ടല്, റെഡ് ലൈൻ കാണുന്ന വെർട്ടിക്കൽ കമ്പോണന്റ് ആണ്. കൂടാതെ ഗ്രീനിൽ കാണുന്ന അതിനൊരു മൊമെന്റ് ഉണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പം ഇനി ഫിക്സഡ് സപ്പോർട്ട് അറിയപ്പെടുന്ന പേര് ഒന്ന് ബിൽറ്റ് ഇൻ സപ്പോർട്ട് എന്ന് പറയപ്പെടാറുണ്ട്, അല്ലെങ്കിൽ എൻകാസ്റ്റേഡ് സപ്പോർട്ട് എന്ന് പറയാറുണ്ട്. ഫിക്സഡ് ബീമിന് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എൻകാസ്റ്റേഡ് ബീംസ് എന്ന് പറയപ്പെടാറുള്ളത്. ഫിക്സഡ് സപ്പോർട്ടിന്റെ പ്രത്യേകത ഡിഗ്രി ഓഫ് ഫ്രീഡം 0 ആണ്. റിയാക്ഷൻസ് 3 ആണ്. ദാറ്റ് ഈസ് ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ കാണും, ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ കാണും, അല്ലെങ്കിൽ ഒരു മൊമെന്റും കാണും എന്ന് ഓർത്തിരിക്കുക. അത് നമ്മുടെ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി ഇതൊക്കെ അതിന്റെ ഫിഗറുകളാണോ, കുറച്ചുകൂടെ ക്ലാരിറ്റി ഉള്ള ഫിഗറുകൾ ഇട്ടിട്ടുണ്ട്. ഇനി ലോഡിങ്. നമുക്ക് ലോഡ്സ് പഠിക്കുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് പഠിക്കുന്ന പോയിന്റ് ലോഡുകൾ സംബന്ധിച്ചാണ്. പോയിന്റ് ലോഡുകൾ, അതായത് ഈ പറയപ്പെടുന്ന ബീമിന്റെ ഏതെങ്കിലും ഒരു സർട്ടൺ പോയിന്റിൽ ഒരു ലോഡ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. അതിന് പറയപ്പെടുന്ന പേരാണ് പോയിന്റ് ലോഡ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ലോഡ്സ് എന്ന് പറയപ്പെടുന്നത്. ഇത് ചെയ്യാൻ വേണ്ടി ഇതിന്റെ വാല്യൂ 10 ആണെന്നുണ്ടെങ്കിൽ ആ 10 ഇൻറ്റു എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തു പോത്തേ ഉള്ളൂ. അതാണ് കോൺസെൻട്രേറ്റഡ് ലോഡ് അല്ലെങ്കിൽ പോയിന്റ് ലോഡ് എന്ന് പറയപ്പെടുന്നത്. അത് ഒരൊറ്റ പോയിന്റിലായിരിക്കും ആക്ട് ചെയ്യുന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. രണ്ടാമത് UDL എന്ന് പറഞ്ഞൊരു ലോഡിംഗ് ഉണ്ട്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ദാറ്റ് മീൻസ് ബീമിന്റെ ഏതെങ്കിലും ഒരു സർട്ടൺ പോർഷനിൽ തുല്യമായ അളവിലാണ് അവിടെ ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത്. ഈ ഫിഗർ നോക്കുമ്പോൾ അറിയാം. ഇത് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിവിടെ കൊടുത്തിരിക്കുന്നത് W per മീറ്റർ ആണെന്ന് വെച്ചു, അല്ലെങ്കിൽ 10 kN per മീറ്റർ ആണ് എന്നുള്ള ഓർത്തിരിക്കും. അങ്ങനെ ആയിരിക്കും ലോഡിങ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിനെ നമുക്ക് ഒരു പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാണ് ഒരു UDL-നെ പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? UDL-നെ പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ. അതായത് W kN per മീറ്റർ ആണ് ആ പോയിന്റ് ലോഡിന്റെ വാല്യൂ എന്നുണ്ടെങ്കിൽ ആ W എന്ന് പറയുന്നതിനെ അതിന്റെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഈ പറയപ്പെടുന്ന 10 kN ആക്ടിങ് അറ്റ് 2 മീറ്റർ എന്നാണ് പറയുന്നതെങ്കിൽ 10 × 2 20 ആണ് അവിടുത്തെ പോയിന്റ് ലോഡ്. ആ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്ന എവിടെയായിരിക്കും? അതായത് ഇത് മൊത്തത്തിൽ ഈ UDL 2 മീറ്റർ ഡിസ്റ്റൻസിലാണ് UDL കൊടുക്കുന്നത്. ഒരെണ്ണത്തിന്റെ വാല്യൂ അല്ലെങ്കിൽ ഒരു വാല്യൂ 10 ആണെന്ന് കരുതിക്കോ. ആ UDL-ന്റെ ഏകദേശം ഒരെണ്ണത്തിന്റെ വാല്യൂ 10 ആണെന്ന് പറയുന്നു. ഇത് 2 മീറ്ററിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനെ പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യണം. എങ്ങനെ ചെയ്യും? 10 × 2 20 ആണ് അവിടുത്തെ പോയിന്റ് ലോഡ്.
ഇനി ആ പോയിന്റ് ലോഡ് എവിടെ ആക്ട് ചെയ്യും എന്നുള്ളത് ഒരു കാര്യമാണ്. ഈ പറയപ്പെടുന്ന ടോട്ടൽ ലെങ്തിന്റെ സെന്റർ പോയിന്റ് അല്ലെങ്കിൽ 1 വരുന്ന, ഇപ്പൊ 2 അല്ലേ മൊത്തത്തിൽ, അതിന് 1 വരുന്ന സെന്ററിലായിരിക്കും ഈ പറയപ്പെടുന്ന പോയിന്റ് ലോഡായിട്ട് UDL ആക്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ, UDLന്റെ കാര്യം അത്രേ ഉള്ളൂ. ഇനി മൂന്നാമത് പറയുന്നത് യൂണിഫോമിലി വേരിയിങ് ലോഡ്. ഈ യൂണിഫോമിലി വേരിയിങ് ലോഡ് 2 രീതിയിൽ നമുക്ക് പറയാം. ഒന്ന് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്നത് കൊണ്ട്, ഒന്ന് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഇങ്ങനെ വേണമെങ്കിലും വരും. അതിനാ എനിക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒരു ട്രയാങ്കിളും വരും, ഒരു റെക്ടാങ്കിളും വരും. ഒരെണ്ണം റെക്ടാങ്കിൾ, ഒരെണ്ണം ട്രയാങ്കിൾ. കണ്ടോ, ഇതുപോലെ യൂണിഫോമിലി വേരിയിങ് ലോഡ് ആണ്. ഒരു ട്രയാങ്കിൾ കേസ് വരാം, അതായത് 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മാക്സിമത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമതൊരു ടേപ്പറിംഗ് സെക്ഷൻ പോലെ ഇങ്ങനെ ഒരെണ്ണം വരാം. അതിനെ ഒന്ന് കൺവേർട്ട് ചെയ്തൊരു റെക്ടാങ്കിൾ ആക്കി മാറ്റും. റെക്ടാങ്കിൾ ആണെങ്കിൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെ? നേരത്തെ ഏരിയ കണ്ടുപിടിക്കുന്ന പോലെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്ന പോലെ നമ്മൾ ചെയ്ത് മാറ്റും. ഇനി ഇവിടെ വരുന്നത് ഒരു ട്രയാങ്കിളിന്റെ ഷേപ്പ്, ഈ പറയാൻ പോകുന്ന യൂണിഫോമിലി വേരിയിങ് ലോഡ് എന്ന് പറഞ്ഞ ഈ കേസോട്ട് എടുക്കും. രണ്ടിനോട് കോമ്പിനേഷൻ ആയിരിക്കും ഇവിടെ എടുക്കാറുള്ളത്. എങ്കിൽ ഈ പറയപ്പെടുന്ന 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മാക്സിമത്തിലോട്ട് പോകുന്ന യൂണിഫോമിലി വേരിയിങ് ലോഡിനെ എങ്ങനെ കൺവേർട്ട് ചെയ്ത് പോയിന്റ് ലോഡ് ആക്കി മാറ്റും? അതിന്റെ വാല്യൂ വരുന്നത്, ഒരിടത്ത് വരുന്നത് W ന്യൂട്ടൺ പെർ മീറ്റർ ആണെന്ന് കരുതുക, അല്ലെങ്കിൽ 100 ന്യൂട്ടൺ പെർ മീറ്റർ ആണ് ഒരിടത്ത് വാല്യൂ എന്ന് കരുതുക. മൊത്തത്തിൽ ലെങ്ത് ഒരു 10 മീറ്റർ ആണെന്ന് കരുതുക. ഇത് 10 ആണ്, ഇത് 100 ആണെന്ന് കരുതുക. എങ്ങനെയാണ് പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നത്? അതിന്റെ ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അതായത് ഹാഫ് ഇൻറ്റു BH ആണ് അവിടുത്തെ ഏരിയ വരുന്നത്. അപ്പൊ ഹാഫ് ഇൻറ്റു B എന്ന് പറയുന്നത് ഏതാണ്, H എന്ന് പറയുന്നത് ഏതാണ്? B എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന 10 എന്ന് പറഞ്ഞ സാധനമാണ് അവിടുത്തെ B എന്ന് പറയുന്നത്. ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു H എന്ന് പറയുന്നത് ഇവിടുത്തെ മാക്സിമം വാല്യൂ ആയിട്ടുള്ള 100 എന്ന് പറയുന്നതാണ് അവിടുത്തെ H എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുന്ന് അതിന്റെ ഏരിയ കിട്ടും. അപ്പൊ ആ ഏരിയ എന്ന് പറയുന്നത് ഇപ്പൊ വെട്ടിക്കളയുമ്പോഴത്തേക്ക് 500 എന്നൊരു വാല്യൂ വന്നതായിരിക്കും. അത് 500 ആണ് വരുന്നത്. 500 ആണ് വാല്യൂ വരുന്നത്. ഇത് എവിടെയാണ്? ഇത് 500 എന്ന് പറഞ്ഞൊരു പോയിന്റ് ലോഡായിട്ട് മാറി. അപ്പൊ 500 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് ഇതിനുള്ളത്. ഈ പോയിന്റ് ലോഡായിട്ട് മാറി. ഇനി ആ പോയിന്റ് ലോഡ് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? സെൻട്രോയിഡിലാണ് ആക്ട് ചെയ്യുന്നത്. സെൻട്രോയിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ ലെങ്ത് കൂടിയ പോർഷനിൽ നിന്ന് 1/3 മാറിയിട്ടാണ് ഈ പറയപ്പെടുന്ന പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ 0 എന്ന് പറഞ്ഞ പോർഷനിൽ നിന്ന് 2/3 മാറിയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം യൂണിഫോമിലി വേരിയിങ് ലോഡിന്റെ പ്രത്യേകത ഇതാണ്. ഈ പറയപ്പെട്ട ട്രയാങ്കുലർ ഷേപ്പ് ആണെങ്കിൽ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക. ദാറ്റ് മീൻസ് ആ വാല്യൂ ആണ് പോയിന്റ് ലോഡായിട്ട് മാറിയത്. ഇനി അത് എവിടെ ആക്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആക്ട് ചെയ്യുന്നത് ഈ പറയപ്പെടുന്ന ട്രയാങ്കിളിന്റെ സെൻട്രോയിഡിലായിരിക്കും. ആ സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ ഇത്രയേ ഉള്ളൂ. ലെങ്ത് കൂടിയ ഏരിയയിൽ നിന്ന് 1/3 ഇങ്ങോട്ട് മാറിയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഈ ലെങ്ത് കൂടിയ ഏരിയ, ഹൈറ്റ് കൂടിയ ഏരിയ ആണെങ്കിൽ 1/3 ഇങ്ങോട്ട് മാറും. ഹൈറ്റ് കുറഞ്ഞ ഏരിയ ആണെങ്കിൽ 2/3 ഇങ്ങോട്ട് മാറും. അങ്ങനെയാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മള് പോയിന്റ് ലോഡ് പറഞ്ഞു, കോൺസെൻട്രേറ്റഡ് ലോഡ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ലോഡ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് ആ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന കാര്യമാണ്. രണ്ടാമത് UDL ആണ്. UDL ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നടക്കണം. അതിനെ ഒരു സിംഗിൾ ലോഡായിട്ട് മാറ്റണം, മാറ്റിയത് കൊണ്ട് ആക്ട് ചെയ്യിപ്പിക്കണം. മൂന്നാമത് UVL ആണ്, യൂണിഫോമിലി വേരിയിങ് ലോഡ് ആണ്. ആ യൂണിഫോമിലി വേരിയിങ് ലോഡ് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത് വെച്ചാൽ അതിന്റെ ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കണം. ഇനി അതൊരു ടേപ്പറിംഗ് സെക്ഷൻ ആണെങ്കിൽ അത് റെക്ടാങ്കിളും ട്രയാങ്കിളുമായിട്ട് കോമ്പിനേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് 2 കോമ്പിനേഷനെ അവിടെ കണ്ടുപിടിച്ചിട്ട് പ്ലസ് ചെയ്യണം. രണ്ടിടത്തായിരിക്കും ആക്ട് ചെയ്യുന്നത്. ട്രയാങ്കിൾ ആക്ട് ചെയ്യുന്ന 1/3 ഇങ്ങോട്ട് മാറിയിട്ടാണ്, താഴത്തെ റെക്ടാങ്കിൾ ആക്ട് ചെയ്യുന്ന സെന്റർ പോയിന്റിലായിരിക്കും. ഇതൊന്നും PSCക്ക് ചോദിക്കത്തില്ല. പഴയ പറയാം, ഇതൊന്നും PSCക്ക് ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല. ഓക്കെ, അപ്പം ഇനി ഉള്ളത് മൊമെന്റിന്റെ കാര്യമാണ്. മൊമെന്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്നതാണ് കോൺസ്റ്റന്റ് മൊമെന്റ് എന്ന് പറയുന്നത്. തൽക്കാലം എങ്ങനെ നിൽക്കട്ടെ. ഇനി ടൈപ്പ് ഓഫ് ബീം കൂടെ പറഞ്ഞു നിർത്താം. ടൈപ്പ് ഓഫ് ബീമിനകത്ത് ഒന്ന് സിംപ്ലി സപ്പോർട്ട്, ഈ പടം നോക്കിക്കോ. ഒന്ന് കാന്റിലിവർ ബീം, അതായത് ഒരു സൈഡ് ഫിക്സറും അതർ സൈഡ് ഫ്രീയും വരുന്നതാണ് കാന്റിലിവർ എന്ന് പറയുന്നത്. ഒന്നൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഈ സിംപ്ലി സപ്പോർട്ട് ബീമിനകത്ത് രണ്ടിടത്തും ഹിഞ്ചിൽ വരച്ച് വെക്കുവോ? ഇതൊരു ഹിഞ്ചിനാണ്, ഹിഞ്ചിന് സപ്പോർട്ടാണ് ഒരു സൈഡിൽ, ഒരു സൈഡ് റോളർ സപ്പോർട്ടുമാണ്. എന്തുകൊണ്ടാണ് 2 സൈഡിലും റോളർ വരച്ചു വെക്കാത്തത്, അല്ലെങ്കിൽ 2 സൈഡിലും ഹിഞ്ചിൽ വരച്ചു വെക്കാത്തത്? രണ്ട് സൈഡിലും റോളർ വരച്ചു വെച്ചാൽ എന്ത് സംഭവിക്കും? സിംപ്ലി സപ്പോർട്ടഡ് ബീമിനകത്ത് സാധാരണ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, രണ്ടിടവും ഹിഞ്ചിൽ വരച്ചു വെക്കാം, രണ്ടിടവും റോളർ വരച്ചു വെക്കാം. യഥാർത്ഥത്തിൽ സിംപ്ലി സപ്പോർട്ട് വരയ്ക്കുന്നത് ഒരു സൈഡിൽ ഹിഞ്ചിലും അടുത്ത സൈഡിൽ റോളറുമാണ്. എങ്കിൽ എന്തുകൊണ്ടാണ് 2 സൈഡിലും റോളർ വരച്ച് വെക്കാത്തത്? കേൾക്കുന്നില്ല. 2 സൈഡിലും റോളർ വരച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയപ്പെടുന്ന സംഭവം സ്റ്റേബിൾ ആണോ? അതിങ്ങനെ റോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും.
രണ്ട് സൈഡിലും റോളർ വന്നു കഴിഞ്ഞാൽ അതൊരു അൺസ്റ്റേബിൾ ബോഡി ആയിട്ട് മാറും. നമുക്ക് അതിനെ സോൾവ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് അത് വെച്ച് ചെയ്യാൻ ഒക്കത്തില്ല. രണ്ട് സൈഡിലും റോളർ വെച്ചാലുള്ള പ്രശ്നം അതാണ്. ഇനി രണ്ട് സൈഡിലും ഹിഞ്ചിഡ് വെച്ച് കഴിഞ്ഞാലോ? രണ്ട് സൈഡിലും ഹിഞ്ചിഡ് വെച്ച് കഴിഞ്ഞാൽ ആ പറയപ്പെടുന്ന ബീം സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനന്റ് ആയിട്ട് മാറും. എന്താണ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനന്റ്? സ്ട്രക്ചറിനകത്ത് നിങ്ങൾ പഠിക്കുന്ന സംഭവം സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനന്റ്. നമുക്ക് സാധാരണഗതിയിൽ ഈ ബീംസിന്റെ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി ഉള്ളതെന്ന് പറഞ്ഞാൽ, ഒന്ന് ഹൊറിസോണ്ടൽ ഫോഴ്സിന്റെ സം 0 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ടല്ലോ. രണ്ട് വെർട്ടിക്കൽ ഫോഴ്സിന്റെ സം 0 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. രണ്ടാമത് ഹൊറിസോണ്ടൽ ഫോഴ്സിന്റെ സം, രണ്ടാമത് വെർട്ടിക്കൽ ഫോഴ്സിന്റെ സം 0 എന്ന് പറയുന്നു. മൂന്നാമത് സം ഓഫ് മൊമെന്റ് 0 എന്ന് പറയുന്നു. ആണല്ലോ. ഈ മൂന്ന് ഇക്വേഷൻ അല്ലേ ഉള്ളത്? എങ്കിൽ ഈ മൂന്ന് ഇക്വേഷൻ വെച്ച് നമ്മൾ ഈ പറയപ്പെടുന്ന ബീമിനെ സോൾവ് ചെയ്തെടുക്കണമെങ്കിൽ ബീമിനും 3 റിയാക്ഷൻസ് വരെ മാത്രമേ പാടുള്ളൂ. 3-ൽ കൂടുതൽ റിയാക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയപ്പെടുന്ന കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ഈ ബീമിനെ സോൾവ് ചെയ്ത് മാറ്റാനൊക്കെ. എങ്കിൽ അങ്ങനെ വരുന്ന ബീംസിന് പറയുന്ന പേരാണ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനന്റ് ബീംസ് എന്ന് പറയുന്നത്. അത് നമുക്ക് പറയാം, തൊട്ട് പിന്നെ അടുത്തോട്ട് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓർത്താൽ മാത്രം മതി. ഇവിടെ എന്തുകൊണ്ടാണ് ഹിഞ്ചനും റോളറും കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഹിഞ്ചനും റോളറും ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയപ്പെടുന്ന ബീം സ്റ്റാറ്റിക്കലി ഡിറ്റർമിനന്റ് ആണെന്ന് പറയാനൊക്കത്തുള്ളൂ. രണ്ടിടവും റോളർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് സ്റ്റേബിൾ ആയിരിക്കത്തില്ല. ഈ പറയപ്പെടുന്ന സാധനം ഉരുണ്ടുരുണ്ട് പൊയ്ക്കൊണ്ടിരിക്കും. ഈ രണ്ടിടവും ഹിഞ്ചിന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാനൊക്കത്തില്ല. സോ ഇത് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞ സെക്ഷനിലോട്ട് അങ്ങ് പോകും. അതുകൊണ്ടാണ് സിംപ്ലി സപ്പോർട്ട് ബീമിനകത്ത് ഒരിടത്ത് ഒരു ഹിഞ്ചിടും ഒരിടത്ത് ഒരു റോളർ സപ്പോർട്ട് കൊടുക്കുന്നത്. റോളർ സപ്പോർട്ടിന് ആകെ ഒരൊറ്റ റിയാക്ഷൻ മാത്രമേ ഉള്ളൂ, അത് ഇതിന് വെർട്ടിക്കൽ ആയിട്ടായിരിക്കും. റോളർ എവിടെ വെക്കുന്നു അതിന് 90 ഡിഗ്രിയിലായിരിക്കും. റോളർ ഇവിടെ ചരിച്ചാണ് വെക്കുന്നത് കരുതിക്കോ. ഇനി റോളർ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത് നോക്കിയോ, അപ്പൊ റോളറിന് ഇങ്ങനെ ആയിരിക്കും. ദാറ്റ് മീൻസ് അതിന് വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ഉണ്ടെന്നല്ല പറയുന്നത്. റോളർ എവിടെ ഇരിക്കുന്നു റോളറിന് 90 ഡിഗ്രിയിലായിരിക്കും അടുത്ത റിയാക്ഷൻ ഫോഴ്സ് വരുന്നത്. ഒരൊറ്റ റിയാക്ഷൻ ഫോഴ്സ് മാത്രമേ റോളർ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, അടുത്തത് 3 ഓവർ ഹാങ്ങിങ് ബീം ഉണ്ട്. അതായത് ഈ സപ്പോർട്ട് കഴിഞ്ഞിട്ട് അങ്ങോട്ട് രണ്ട് സൈഡിലോട്ടും തിങ്ങി പോവുകയാണെങ്കിൽ അത് ഒരു ടൈപ്പ്. ഇനി ഒരു സൈഡിലോട്ട് മാത്രമേ ഓവർ ഹാങ്ങിങ് ഉള്ളെങ്കിൽ അതൊരു വേറൊരു ടൈപ്പ്. അതായത് സപ്പോർട്ടും കഴിഞ്ഞ് കവിഞ്ഞു പോകുന്ന സ്ഥലം, അതാണ് ഓവർ ഹാങ്ങിങ് എന്ന് പറയുന്നത്. ഫിക്സഡ് ബീം എന്ന് പറയുമ്പോൾ രണ്ടിടവും നമ്മൾ എൻകാസ്റ്റഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി കണ്ടിന്യൂസ് ബീം എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ തുടരെ സപ്പോർട്ട് കൊടുത്ത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ബീംസ് എന്ന് പറയുന്നത്. പ്രോപ്പർഡ് ബീംസ്, എന്താണ് പ്രോപ്പർഡ് ബീംസ് എന്ന് പറയുന്നത്? ക്യാൻഡിലിവർ ബീമിന്റെ ഒരു ടൈപ്പാണ് ഈ പറയപ്പെടുന്ന പ്രോപ്പർഡ് ബീംസ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു സൈഡിൽ ഞാനൊരു റോളർ സപ്പോർട്ട് കൊടുക്കുന്നു. ക്യാൻഡിലിവർ ബീമിന്റെ ലോഡ് കൂടിയ അവസ്ഥയിൽ നമ്മൾ അതിനെ ഒന്ന് സ്റ്റേബിൾ ചെയ്യാൻ വേണ്ടി ഒരു സൈഡിൽ ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. അതിനാണ് പ്രോപ്പർഡ് ബീംസ് നമ്മൾ പറയാറുള്ളത്. നമുക്ക് ഓരോന്നോരോന്ന് എടുത്തു പോകാം. സിംപ്ലി സപ്പോർട്ട് ബീമിന്റെ കാര്യം പറഞ്ഞു തന്നെയാണ്. ബീം ഹൂസ് എൻഡ്സ് ആർ ഫ്രീലി റെസ്റ്റ് ഓൺ വാൾസ് ഓർ കോളംസ്, അതിനെയാണ് നമ്മൾ സിംപ്ലി സപ്പോർട്ട് ബീംസ് എന്ന് പറയുന്നത്. ക്യാൻഡിലിവർ ബീമിന്റെ ഒരു സൈഡ് ഫിക്സഡും ഒരു സൈഡ് ഫ്രീയും ആണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓവർ ഹാങ് എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഉണ്ട്. സിംഗിൾ ഓവർ ഹാങ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സപ്പോർട്ടിന്റെ സൈഡിൽ കൂടെ മാത്രമേ അതിന് കവിഞ്ഞു പോകത്തുള്ളൂ, ഒരു സൈഡ് കറക്റ്റ് ആയിട്ട് ഇരിക്കും. അടുത്ത ഡബിൾ ഓവർ ഹാങ് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് സപ്പോർട്ടുകളും കവിഞ്ഞ് മുന്നോട്ട് കിടപ്പുണ്ടായിരിക്കും. അതിനാണ് ഡബിൾ ഓവർ ഹാങ് എന്ന് പറയുന്നത്. ഇനി ഫിക്സഡ് ബീം എന്ന് പറയുമ്പോഴത്തേക്ക് അത് എൻകാസ്റ്റേഡ് ബീം ആയിരിക്കും, രണ്ട് സൈഡും ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുമായിരിക്കും. ഇനി കണ്ടിന്യൂസ് ബീംസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ തുടരെ സപ്പോർട്ടുകൾ കൊടുത്ത് പാലം ഒക്കെയാണ് നമ്മൾ പറയപ്പെടുന്നത് കണ്ടിന്യൂസ് ബീം. അതായത് തുടരെ ഇങ്ങനെ സപ്പോർട്ട് എടുത്ത് നീണ്ട ഒരു സ്ട്രക്ചർ ആയിരിക്കും. ഇനി ഓക്കെ, ഇക്വിലിബ്രിയം കണ്ടീഷൻ ഞാൻ നേരത്തെ പറഞ്ഞാണ്. ഒന്ന് വെർട്ടിക്കൽ ഫോഴ്സിന് സം 0, ഹൊറിസോണ്ടൽ ഫോഴ്സിന് സം 0, മൊമെന്റ് 0. ഈ മൂന്ന് ഇക്വേഷൻസ് വെച്ചാണ് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെയാണെങ്കിൽ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ഇത് നോക്കിയേ, 1, 2, 3. ഈ മഞ്ഞ കളർ നോക്കി, യെല്ലോ കളർ, 1, 2, 3. 3 റിയാക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട്, 3 ഇക്വേഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനെ സോൾവ് ചെയ്ത് മാറ്റുന്നത്. ഇവിടെ നോക്കിയേ, 1, 2, 3, 4. 4 റിയാക്ഷൻസ് ഉണ്ട്, 3 ഇക്വേഷൻസ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത്തരം ബീംസിന് പറയപ്പെടുന്ന പേരാണ് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനന്റ് ബീംസ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പാടാണ്. ഇതാണ് 3 ഇക്വേഷൻസ് 3 റിയാക്ഷൻസ്. അങ്ങനെയാകുമ്പോൾ അതിനെ നമ്മൾ പറയപ്പെടുന്ന പേര് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനന്റ് എന്ന് പറയും. ഇനി സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനന്റ് എന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ 4 റിയാക്ഷൻസ് ഉണ്ട്, 3 ഇക്വിലിബ്രിയം കണ്ടീഷൻസ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത്തരം ബീംസിന് പറയുന്ന പേരാണ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനന്റ് ബീംസ് എന്ന് പറയുന്നത്. ഇനി ഫിക്സഡ് ബീംസ് ആൻഡ് കണ്ടിന്യൂസ് ബീംസ് സാധാരണഗതിയിൽ സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനന്റ് കേസിലാണ് വരാറുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ കാര്യത്തിൽ പറയാനുള്ളത്. അപ്പൊ നമ്മള് ബീംസ് പറയുന്നത് ഒന്നുകൂടെ ഒന്ന് ഓടിച്ച് പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് നിർത്താം. ബീംസ് ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്.
ആദ്യം പഠിച്ചത് സപ്പോർട്ടിനെ പറ്റിയാണ്. ഫസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് പിന്നീട് സപ്പോർട്ട് അല്ലെങ്കിൽ ഹിഞ്ചഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞു. റോളർ സപ്പോർട്ട് ഉണ്ട്, ഫിക്സഡ് സപ്പോർട്ട് ഉണ്ട്. പ്രത്യേകത പിന്നീടിനകത്താണെങ്കിൽ രണ്ട് റിയാക്ഷൻ, ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ കാണും, ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ കാണും, മൊമെന്റ് കാണത്തില്ല. രണ്ടാമത്തത് ഫിക്സഡ് സപ്പോർട്ട് ആണ്, അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ സപ്പോർട്ട് എന്ന് പറയും, അല്ലെങ്കിൽ എൻകാസ്റ്റഡ് സപ്പോർട്ട് എന്ന് പറയും. അതിനകത്ത് റിയാക്ഷൻസ് 3 ഉണ്ട്, ഒരു വെർട്ടിക്കൽ, ഒരു ഹൊറിസോണ്ടൽ, ഒരു മൊമെന്റ്. ഇനി നമ്മൾ പറഞ്ഞത് ടൈപ്പ് ഓഫ് ലോഡിംഗ് ആണ്. ടൈപ്പ് ഓഫ് ലോഡിംഗിനകത്ത് പോയിന്റ് ലോഡ് പഠിച്ചു, UDL പഠിച്ചു. UDL എന്ന് പറയുമ്പോൾ അതിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ലെങ്തിന്റെ ബ്രെഡ്ത്ത് പോലെ തന്നെ നമ്മൾ ഇതിന്റെ ലെങ്ത് ഉണ്ട്, ആ ലോഡിന്റെ വാല്യൂ ഉണ്ട്. ആക്ട് ചെയ്യുന്ന പോയിന്റ് മിഡ് പോയിന്റ് ആയിരിക്കും. ഇനി UVL യൂണിഫോമിലി വേരിയിങ് ലോഡ്, അതിന്റെ ട്രയാങ്കിൾ ഷേപ്പ് ഉണ്ട്, ടേപ്പറിംഗ് സെക്ഷൻ പോലെ ഉണ്ട്. അപ്പം ട്രയാങ്കിൾ ഷേപ്പ് ആണെങ്കിൽ ഡയറക്റ്റ് അതിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിന്റെ സെൻട്രോയിഡ് ആക്ട് ചെയ്യും. അതായത് വലിയ ലെങ്ത് കൂടിയ സൈഡിൽ നിന്നും 1/3 മാറിയിട്ട്. ഇനി അത് ഒരു കോമ്പിനേഷൻ ഓഫ് റെക്ടാങ്കിൾ ആൻഡ് ട്രയാങ്കിൾ ആണെങ്കിൽ രണ്ടായിട്ട് കണ്ടുപിടിച്ച് ചെയ്യുക. ഈ ടൈപ്പ് ഓഫ് ലോഡിങ്ങിനകത്ത് പിന്നെ പറയാനുള്ളത് ടൈപ്പ് ഓഫ് ബീംസ് ആണ്. കാന്റിലിവർ ബീം എന്ന് പറയുമ്പോഴത്തേക്ക് വൺ സൈഡ് ഫിക്സഡും അതർ സൈഡ് ഫ്രീ ആണ്. അപ്പൊ ഇതിന്റെ വേറൊരു വകഭേദമാണ് ഈ പറയപ്പെടുന്ന പ്രോപ്ഡ് ബീംസ് എന്ന് പറയുന്നത്. ഇതിന്റെ ലോഡ് കൂടുതലാണെങ്കിൽ ഇവിടെ നമ്മൾ സപ്പോർട്ട് കൊടുക്കും. ഓക്കെ, സിംപ്ലി സപ്പോർട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പൊ അതിനകത്ത് 2 റോളർ വരത്തില്ല, 2 ഹിഞ്ചും വരത്തില്ല. ഒരു ഹിഞ്ചും ഒരു റോളറും കൂടെ ചേർന്ന് വരും. ഓവർഹാങ് ബീംസ് 2 സൈഡ് ഓവർഹാങ് ഉണ്ട്, സിംഗിൾ സൈഡ് ഓവർഹാങ് ഉണ്ട്. ഫിക്സഡ് ബീം 2 സൈഡും ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അറിയപ്പെടുന്ന മറ്റൊരു പേര് എൻകാസ്റ്റഡ് ബീംസ് എന്നൊക്കെ പറയാറുണ്ട്, കണ്ടിന്യൂസ് ബീംസ്. അതിനകത്ത് ഇനി പറഞ്ഞ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആകെ പറഞ്ഞിരിക്കുന്നത് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനന്റും സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനന്റും. സ്റ്റാറ്റിക്കലി ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് എന്താ, നമ്പർ ഓഫ് റിയാക്ഷൻ ഫോഴ്സ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇക്വേഷൻസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ നമുക്ക് 3 ഇക്വിലിബ്രിയം കണ്ടീഷൻസ് നമുക്കുള്ളത്. വെർട്ടിക്കൽ ഫോഴ്സിന്റെ സം 0, ഹൊറിസോണ്ടൽ ഫോഴ്സിന്റെ സം 0, മൊമെന്റിന്റെ സം 0. ഇനി അതിന്റെ 4 വരുവാണെങ്കിൽ സോൾവ് ചെയ്യാനൊക്കത്തില്ല. അതിന് പറയപ്പെടുന്ന സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനന്റ് ബീംസ് എന്നാണ് അറിയപ്പെടാറുള്ളത്. ഇത്രയും കാര്യങ്ങൾ മതി. ഷിയർ ഫോഴ്സും ബെൻഡിങ് ഒന്നും നാളെ എടുക്കാം.